പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കമന്റ് വായനയിലേക്ക് നമ്മൾ പോവാണ് കേട്ടാ. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ഇടാൻ പറ്റില്ല നാടകം. അതിന്റെ വീഡിയോ നാളെ ഇടാട്ടാ. റിഹേഴ്സലും നാടകാവതരണവും നാളെ ഇടുമല്ലോ. ഭയങ്കര തിരക്കായിരുന്നു. മഴക്കാരുണ്ട്, ഏത് നിമിഷം ഇവിടുന്ന് എടുത്ത് ഓടേണ്ടി വരും. അപ്പോ ഇവിടെ നമ്മുടെ അയലക്കത്തുള്ള മറ്റേ നല്ല കഴിവുള്ള കുട്ടിയുടെ വീഡിയോ ഇട്ടില്ലേ, കീബോർഡ് കണ്ണടച്ച് വായിച്ച ദേവ് കൃഷ്ണയുടെ അതിലത്തെ കമന്റ് റിയാസ്. ആ കുട്ടി കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജു ആ ചാരുകസരയിൽ ഇരുന്ന് അങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് കണ്ടപ്പോൾ ഗോഡ് ഫാദറിലെ എന്നൻ പിള്ളയെയാണ് ഓർമ്മ വന്നത്. എൻ്റെ ലക്ഷ്മി, എൻ്റെ മഹാലക്ഷ്മി ഈ വീടിൻ്റെ ഉമ്മറത്ത് കിടന്നാണ് പെടഞ്ഞ് മരിച്ചത് എന്ന ഡയലോഗും പറഞ്ഞ് ആ ചാരുകസരയിൽ ഇരുന്ന് ആടുന്ന രംഗം. ഞാനവിടെ നിന്ന് എങ്ങനെയാണ്ട് ഇരിക്കുന്നുണ്ട്, ഇവര് ചിരിക്കണ്ടായിരുന്നു തോന്നുന്നു. ഞാനിടയ്ക്ക് പാട്ടിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ചേട്ടൻ ഉറങ്ങുന്നുണ്ട്. തോമസ് മംഗലം, ഗുഡ് മോർണിംഗ്. തുന്തുരുവിന് എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുന്ന ഉയരങ്ങളിൽ എത്തട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. അല്ല അജു, ഇത് എന്തൊട്ട് മാവാ നടാൻ വാങ്ങിയത്? കടിച്ച പൊട്ടാത്ത പേരാണല്ലോ. മാങ്ങയും ഇത്തരത്തിലായിരിക്കുമോ? കടിച്ചാൽ പൊട്ടാതെ മിക്സിയിലടിച്ച് കഴിക്കേണ്ടി വരുമോ? ഒന്നാമത് അന്യ സംസ്ഥാനക്കാരെ കൊണ്ട് വെറുതെ മുട്ടിയിരിക്കുക. അപ്പോഴാണ് ഇതേ അന്യ സംസ്ഥാന നാംഡോക്കുമായി. ഈ പേരെ കാണാപ്പാടം പഠിച്ചു വെച്ചോട്ടാ. ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ? ഒരു പേനയും കടലാസ് എടുത്തൊരു 100 വട്ടം ഇമ്പോസിഷൻ എഴുതിയാൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും അവൻ്റെ പേര് ചോദിച്ചാൽ എന്തൊട്ട് തേങ്ങയാണാവോ എന്ന് പറയേണ്ടി വരും. നാം ഡോക്ക് മേ കേട്ടോ, തേൻമാങ്ങ എന്നാണ് അർത്ഥം. തായ്ലൻഡ് മാങ്ങയാണെന്ന്. നല്ല ടേസ്റ്റുള്ള മാമ്പഴാണ്. ഇവള് പറഞ്ഞില്ലേ പെൺകുട്ടി അന്ന് നമ്മള് വീട്ടിൽ അവള് 3-4 അതാണ് കൂടുതലുള്ളത് അവരുടെ വീട്ടില്. രേഷ്മയുടെ വീട്ടില് അങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ വലിയ നീളത്തിൽ വലിയ മാങ്ങ. റോഷ്നി, സരിത, അജു ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അജു പട്ടികളെ പറ്റിക്കാൻ തലയിൽ മുണ്ടിട്ട് നിൽക്കുന്നു പറഞ്ഞില്ലേ? ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. റോയ് എന്നായിരുന്നു അതിൻ്റെ പേര്. എൻ്റെ മൂത്ത ബ്രദർ ഉണ്ടായപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് തന്നതാണ്. 14 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിറയെ രോമുള്ള, നല്ല വലിപ്പമുള്ള, വെളുത്തിടക്കി കറുത്ത പുള്ളിയൊക്കെ ഉള്ള പട്ടിയായിരുന്നു. അച്ഛനും അമ്മയും പുറത്തു പോകുമ്പോൾ ഞാനും എൻ്റെ ബ്രദറും മാറി തലയിൽ മുണ്ടിട്ടൊരു തുണി പൊതിച്ച് ധർമ്മക്കാരെ പോലെ അമ്മാ വലതും തരണേ എന്ന് വിറച്ചുകൊണ്ട് വിളിക്കും. സ്വതവേ ധർമ്മക്കാരെ ഇഷ്ടമല്ലാത്ത പട്ടി എന്നെ ഓടിച്ചിട്ട് ഞാൻ സ്പീഡിൽ ഓടി എൻ്റെ കവറിങ് തുണിയൊക്കെ ഊരി മാറ്റി കളഞ്ഞുകൊണ്ട് വേലി ചാടി. എന്നെ തുണി പൊതിക്കാതെ കണ്ടപ്പോൾ പട്ടിക്ക് ആളെ മനസ്സിലായി, ഓട്ടം നിർത്തും. പട്ടി മഴക്കാലത്ത് ദേഹം കവർ ചെയ്ത് പാടത്ത് പണിക്ക് പോകുന്നവരെയും ധർമ്മക്കാരൊക്കെ കണ്ടാൽ കുരച്ചുകൊണ്ട് ഓടിച്ചെല്ലായിരുന്നു. ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന പാട്ട് പാടുമോ? ഒത്തിരി സ്നേഹത്തോടെ. പട്ടികളെ പേടിപ്പീരല്ല, അവർക്ക് ജാഗ്രത ഉണ്ടോന്ന് പരീക്ഷിക്കലാണ് എന്റെ പരിപാടി. അല്ലാണ്ട് ഇവരിങ്ങനെ ഇപ്പൊ കള്ളന്മാര് വന്നാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പൊ നമ്മള് നേരെ ചില സമയത്ത് നേരായി വഴി കൂടെ വരാം. ഞാൻ അങ്ങോട്ട് അങ്ങനെ മാറി വളഞ്ഞു മാറിയിട്ടൊക്കെ തലയിൽ മുണ്ട് പതുക്കെ നടന്നു വരും. അപ്പൊ ഒരാൾ ഈ വഴിയിൽ അവിടെ ആയിരിക്കും, ഒരാൾ അപ്പുറത്ത് നോക്കണം, ഒരാൾ കുരയ്ക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ ഓടി വരും. അങ്ങനെയൊക്കെ പരീക്ഷണങ്ങളാണ് അതൊക്കെ. നമ്മള് വെറുതെ എൻ്റെ അച്ഛൻ വന്നിട്ട് നമ്മുടെ ചാർലീനെ അങ്ങനെ ആക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെറുതെ കടി വാങ്ങിക്കണ്ട അതിന്റെ പറഞ്ഞു അച്ഛനോട്. ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ 2 അടി പെട്ടെന്ന് മുന്നിലേക്കാക്കും, പിന്നെ ഒളിച്ചിക്കും. ഇവനാണെങ്കിൽ ഇങ്ങനെ കുറച്ചട്ടേ പേടിയാവും നമുക്ക് കാണുമ്പോ. പിന്നെ അച്ഛൻ വേടിയ ബിസ്ക്കറ്റ് എടുത്തോണെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റൊക്കെ എൻ്റെ നിന്ന് വാങ്ങിച്ചോണെന്ന് അതിനിട്ട് കൊടുത്ത് ആളെ സെറ്റാക്കും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്നെൻ ജീവരാഗം. ആദ്യത്തെ വരും ഞാൻ, രണ്ടാമത്തെ ഒരു ചേട്ടൻ അങ്ങനെ പാടണ്ട. സാരല്ല, നീലരാവിലലിയുന്ന രാഗമേഘം. അയ്യോ നല്ല പാട്ടാ. ശ്രീകുമാരൻ നമ്പീരുള്ളത്. ഞാൻ വേറൊരു വീഡിയോയില് സരിതനോട് പാടിപ്പിക്കും. ഞാനിത് ഒന്നും ഇതിപ്പോ ആദ്യമായിട്ടല്ല നമ്മളിത് ശ്രദ്ധിക്കുന്നത്. ഈ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോ ഞാൻ ആലോചിച്ചു ഈ പാട്ട് 4 വരികൾ നോക്കി വയ്ക്കണം, പക്ഷെ മറന്നുപോയി. ലീന രാധാകൃഷ്ണൻ, നായ്ക്കളെ ഓടിപ്പിക്കണം, കാരണം അവറ്റകൾക്ക് കാലിന്റെ മസിൽ സ്ട്രോങ് ആവും. കുറെ മുമ്പ് ഞങ്ങളൊരു നല്ല നായി ഉണ്ടായിരുന്നു, അന്ന് ഡോക്ടർ പറഞ്ഞു ദിവസം ഓടിപ്പിക്കാൻ. അതുകൊണ്ട് ആരും പറഞ്ഞു കേൾക്കണ്ട, അവറ്റകൾക്ക് ആരോഗ്യത്തിന് ആവശ്യമാണ്. അതെ, ഓടിപ്പിക്കണ രസം എന്ന് പറഞ്ഞാൽ ജഗ്ഗു ഓടിപ്പിക്കും. അതെങ്ങനെയാ? ജഗ്ഗു കുറച്ച് സമയം അവരെയൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ അവരായിട്ട് കുറച്ച് സമയമായി കഴിഞ്ഞിട്ട് ജഗ്ഗു ഒറ്റോട്ടം ഓടും. അപ്പൊ രണ്ടുപേരും ഒഴിഞ്ഞു കൊടുക്കണതിന്റെ സന്തോഷത്തിൽ 4 കാലും പൊക്കിയിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് അവിടെ രണ്ടുപേരും.
ആ കെടുപ്പ് തന്നെ കാണണം അങ്ങനെ ഭയങ്കര കെടുപ്പ് വളർന്നിട്ട് അവ അങ്ങനെ കുഴിഞ്ഞൊക്കെ കൊടുത്തിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് ഒറ്റോട്ടോടുമ്പോൾ അവൻ്റെ പിന്നാലെ ഇവരോടും. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഇവറ്റങ്ങൾ ഇങ്ങനെ കൊല്ലാവരണോണം ഓടിപ്പിക്കല്ല വേണ്ടത്. നമ്മൾ ഓടുമ്പോൾ ഇവിടെ പിന്നാലെ വരണം. അപ്പൊ ഇത് ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ അതിപ്പോ എനിക്കും പറ്റും, ഞാൻ ഓടി വരും പിന്നാലെ വരുന്ന പറഞ്ഞിട്ട് കുറേ കിടന്ന് ഓടി. അവര് മൈൻഡില്ല, അവരിങ്ങനെ തലപൊക്കി നോക്കി ഇയാൾ തിന്തുട്ടി കാണിക്കണം. എന്നിട്ട് അവരവിടെ എന്നെ കിടന്നു. ഞാൻ ഓടുമ്പോഴും എന്റെ പിന്നാലെ ഓടി വരുന്നുണ്ട് ചേട്ടൻ. നമ്മളിത് കാലങ്ങളായിട്ട് വർഷങ്ങൾ എത്രയോ ആയിട്ട് ഓടി കളിപ്പിക്കുന്നത് അറിയുന്നത്. പിന്നെന്തിട്ടാണ് അവരുടെ മൊത്തത്തിൽ ചേട്ടന്റെ എല്ലാ രീതികളും വ്യത്യസ്തമാണ്. സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്ന വഴികളിൽ കൂടെയല്ല ചേട്ടൻ ഇങ്ങനത്തെ എല്ലാതും മാറുകയാണ് ചെയ്യുക. എല്ലാതും ആളുകൾ സാധാരണ ആളുകൾ ചെയ്യണ പോലെ അല്ല ചെയ്യുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അങ്ങനെ ചേട്ടൻ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അങ്ങനെ വരൂ. സന്ധ്യ ബിജു ചേട്ടനാണ് എല്ലാം കഴിക്കാൻ ആഗ്രഹം, എന്നിട്ട് സുജിതയുടെ തലയിൽ വെച്ചു കൊടുത്തു. പാവം, ഇതൊക്കെ കേട്ട് ചിരിച്ചോളും. ചേട്ടനോട് തന്നെ പറഞ്ഞു തുടങ്ങി, ഇനി എന്തൊക്കെ കാണണം, ചിരിച്ചു വയ്യ. ഏണി ചാരിയ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചില്ല ഇത് ആരോടെ പറയണേന്ന്, അപ്പൊ എന്നോട് തന്നെ എന്ന് പറഞ്ഞില്ലേ. സരിത ചിക്കൻ കറി വരുന്നതിന് മുമ്പ് ഞാൻ ഓർത്തു, സുജിത ഈ പൈനാപ്പിൾ കറി മാത്രം കൂട്ടി എങ്ങനെ ചോറ് കഴിക്കുമെന്ന്. സുജിതയ്ക്ക് വയറുഭാഗ്യമുണ്ട്. സരിത കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ വാങ്ങി കൊടുത്തതിൽ സന്തോഷം. അതിപ്പോ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വിചാരിച്ചാലും അവള് വരണ ദിവസമാണ് രാവിലെ തന്നെ വേറെ കറി വെച്ചിട്ടുണ്ടാവും ഞാൻ. കാരണം ചിലപ്പോ അവൾക്ക് ചോറിനുള്ള സമയത്ത് നമ്മള് വീഡിയോ എടുത്ത് ചിലപ്പോ വൈകി അവള് 1 മണിയൊക്കെ ആവുമ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കും. കാരണം അവള് രാവിലെ ഭക്ഷണം കഴിക്കാണ്ടാണ് ഇവരെ. അപ്പോ ഞാൻ എപ്പോഴും പറയാനുള്ളൂ, രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യില്ല. അവള് വയറ് ചാടി എന്ന് പറഞ്ഞിട്ട് വയറ് ഭയങ്കരമായിട്ട് കൂടുന്നു, പിള്ളേര് കളിയാക്കണമെന്ന് അമ്മയുടെ വയറ് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവളിപ്പോ കുറച്ച് നാളായിട്ട് രാവിലെ ഭക്ഷണം കഴിക്കണില്ല അത്ര. എന്നിട്ട് പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പണിയെടുക്കണം. പിന്നെ പണിയെടുക്കല്ലേ വന്നിട്ട് വീട്ടിലത്തെ എല്ലാ പണിയും കഴിച്ചു ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെയല്ല നിന്നിട്ടാണ് ചെയ്യണമെങ്കിലും അതൊരു പണി തന്നെയല്ലേ. അപ്പൊ അത് കാരണം അവൾക്ക് ചായ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിയാകുമ്പോ ചോറ് വേഗം തന്നെ ചോറ് ഞങ്ങൾ ഉണ്ണാണെന്ന് നോക്കില്ല. നമ്മള് ചിലപ്പോ വൈകിട്ടൊക്കെ രാവിലത്തെ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവൾക്ക് അത് കാരണം വേറെ കൂട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ടാവും. അവള് വരുന്ന ദിവസം തലേദിവസം വിളിച്ചിട്ടുണ്ടാവേ വരുന്ന ദിവസേ. അപ്പൊ അറിയാം, അപ്പൊ കൊടുക്കും. ഇനി ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല ചേട്ടാ. മഴ ഭയങ്കരമായിട്ട് ഓടി. ഞങ്ങൾ കുടിലേക്ക് ഓടാ, കുടില് നമുക്ക് ഷൂട്ട് ചെയ്യാം. സരിതയ്ക്ക് തുറക്കാൻ പറ്റുമോ? തുറക്കാം. സരിത കസാര എടുത്ത് ഓടുന്നു. കറണ്ട് പോകണ്ട. അയ്യോ സൗണ്ട് കേട്ടാ, മഴ വരുന്ന സൗണ്ട്. ഭയങ്കര മഴയാണ് വരുന്നത്. എനിക്ക് മറ്റേ ജുറാസിക് പാർക്ക് സിനിമ പോലെ തോന്നുന്നു. മഴലക്കി ഭയങ്കര കാറ്റില്ലേ. നോക്കിയാ പ്ലാവ് കാട് നോക്കിയേട്ടാ. ഇപ്പൊ മഴയുടെ ശല്യം ഉണ്ടാവട്ടെ, എന്നാലും നമ്മളെ പയറ്റാണ്. അല്ലെങ്കിൽ പിന്നെ എടുക്കലുണ്ടാവില്ല. ശീതലടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ചെന്നിക്കും ഉണ്ടാവില്ല. അതുപോലെ നല്ല രസാ. ഈ അമ്മിയും അങ്ങനെ വെള്ളം തട്ടിയിട്ടേ അമ്മീരെ അവിടെ മാത്രം നമുക്ക് ഒരു ഷീറ്റ് ഇങ്ങനെ വെക്കാട്ടാ. ചേർന്നല്ലേ ഭംഗി പോവും. അടുത്തത് സജിത സുബി. അജു ചേട്ടാ, സരിത ജഗു ഓൾ ദ ബെസ്റ്റ് മോനു. ചക്ക പൈനാപ്പിൾ കൊതിപ്പിച്ച് കളഞ്ഞു. സുജിത മഞ്ഞ, സരിത മഞ്ഞ, ചൂല് മഞ്ഞ, ചക്ക മഞ്ഞ, പൈനാപ്പിൾ മഞ്ഞ, എല്ലാം കൂടി കണ്ടപ്പോ എന്റെ കണ്ണും മഞ്ഞ. കറി സൂപ്പർ. അതന്നെ, ആ വീഡിയോ വളരെ വളരെ ഭംഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ വിളിച്ചവരും ഒക്കെ പറഞ്ഞു ഭയങ്കര ഭംഗിയായിരുന്നു വീഡിയോ. മണികണ്ഠൻ നായർ, തുടക്കം മുതലേ ഞാൻ നിങ്ങളുടെ വീഡിയോ നോക്കാറുണ്ട്, എന്നിട്ടും ഞാൻ കണ്ടില്ല നിങ്ങൾ വിയറ്റ്നാം ഏളി ചക്ക തൈ വെച്ചത്. അത് നിങ്ങളുടെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല അല്ലേ? സൂപ്പർ. അയ്യോ, നമ്മളങ്ങനെ കാണിക്കാത്ത ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെല്ലാം അതൊന്നും അങ്ങനെ കാണിക്കാറില്ല. അതിപ്പോ കാലത്ത് തന്നെ ചെയ്യണ വീഡിയോ സാധനങ്ങളുണ്ടല്ലോ, കാലത്തല്ല കൂടുതൽ ചേട്ടൻ പണിയെടുക്കാറ്. അതൊന്നും കാണിക്കാൻ വീഡിയോ എടുക്കാൻ ആളില്ലല്ലോ ആ സമയത്ത്. സ്കൂൾ തുറന്നു, അപ്പൊ എനിക്കിപ്പോ പണികളില്ലേ. അപ്പൊ അത് കാരണം അത് ചെയ്യില്ല, അല്ല അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ കൊറേ കാണിക്കാത്തുണ്ടാവും. ഈ മണികണ്ഠൻ നായർക്ക് ഒരു പരാതിന്റെ ആളെ കമന്റ് വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ വായിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇതാക്കണതല്ല, ഇങ്ങനെയാണ് പോരും. ശ്രീകല ഷാബു, ബെസ്റ്റ് ഓഫ് ലക്ക് ജഗു. എനിക്ക് നല്ല ഇഷ്ടമാണ് പൈനാപ്പിൾ കറി. വിയറ്റ്നാം വേളി സൂപ്പർ ടേസ്റ്റ് ആണ്. വേറെ ഹൈബ്രിഡ് പ്ലാവുകൾ ഉണ്ടോ? എല്ലാ വീഡിയോയിലും സരിതയുടെ ഒരു പാട്ട് ഉൾപ്പെടുത്തു. പഴയ ഗാനങ്ങൾ സരിത പാടുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഇത് നല്ല ടേസ്റ്റാണ്. പഴയ പാട്ടുകൾ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് പാടണത് തന്നെ ഞാനൊരു ഇഷ്ടത്തോടു കൂടി പാടണതാണ്. അതുകൊണ്ടാണ്
ചിലപ്പോൾ അത് കൂടുതൽ ഇതായിട്ട് തോന്നണത്. അതിങ്ങനെ കുഞ്ഞിതിലേ തൊട്ട് കേട്ട് 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 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങോട്ട് ആഴത്തിൽ പതിഞ്ഞു പോയ പാട്ടുകളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാവും എല്ലാത്തിലും ഉൾപ്പെടുത്തിയ ബോറാവും. വല്ലപ്പോഴൊക്കെ പാടാം. ഷാജി ജോർജ് തോമസ്, അന്താരാഷ്ട്ര മഴക്കാർ പോയോ? അജു ഈസ് സോ ഇന്നസെന്റ്. അന്തരീക്ഷം അറിയുന്നതാണ്, അതിനാണ് അന്താരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ലേ. സരിത ജഗ്ഗു സൂപ്പർ, നിങ്ങളുടെ വീഡിയോ കണ്ട് ഞാൻ ചിരിക്കുമ്പോൾ പലപ്പോഴും ഓർക്കും വീഡിയോ എടുത്ത് അയച്ചു തരണമെന്ന്. പൈനാപ്പിൾ കൂട്ടാൻ കണ്ടിട്ട് കൊതി വരുന്നു. അടുത്തത് ഷീജ ഫിലിപ്പ്, അജു ആൻഡ് സരിത നിങ്ങളുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ വേറെ ഒന്നും കാണാൻ സമയമില്ല, നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. തീർച്ചയായും വരും. ഇങ്ങനത്തെ കുറെ കമന്റ്സ് നമുക്ക് വരും. അതെ. ശ്രീകല എസ്, ജഗ്ഗുവിന് ഈ വേഷത്തിൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം എൻ്റെ അച്ഛൻ പട്ടാളം ആയിരുന്നു, ഹസ്ബൻഡ് പോലീസ്. ജഗ്ഗു വലുതായി ഒരു IAS ഓഫീസർ ആവട്ടെ, അതൊക്കെ ജഗ്ഗുവിന്റെ ഇഷ്ടം. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു. ജഗ്ഗുവിന്റെ SPCയുടെ ഡ്രസ് ആ യൂണിഫോമിലുള്ളത് കഴിഞ്ഞു. കൊല്ലം അവർക്ക് ഇല്ലല്ലോ, 10ാം ക്ലാസ്സുകാർക്ക് ഇല്ല. ഫസ്റ്റത്തെ 3 ദിവസമാണ് ഇവർക്ക് അവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രം. പിന്നെ ഇപ്പൊ പാസിംഗ് ഔട്ട് ഒക്കെ കഴിഞ്ഞില്ലേ, പിന്നെ ഇവർക്ക് ഇനി ആക്ടിവിറ്റീസ് SPC ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പരേഡുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും. ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും അല്ലെങ്കിൽ സ്കൂളിൽ വേറെ വല്ല പരിപാടികൾ ഉണ്ടാവുമ്പോഴൊക്കെ. അതല്ലാണ്ടുള്ള ഇനി ഉണ്ടാവില്ല. ഒരു പ്രവാസി, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന അജുവേട്ടൻ പൊളിയാണ്. കാർത്തിക ഷാജി USA, ക്യാമറാമാനോൻ എന്തെങ്കിലും പറ്റിയോ? അജുവേട്ടൻ മൈൻഡ് ചെയ്തില്ല, സരിത പറഞ്ഞിട്ടും. പിന്നെ സരിത അമ്മയുടെ അവിടെ കുടില് മേൽക്കൂര എക്സ്റ്റെൻഡ് ചെയ്യൂ, അപ്പോൾ വെയിലും മഴയും കൊള്ളണ്ടല്ലോ. അവിടെ ഒരു നല്ല ചാരുകസേര കൂടെ ഇടൂ. അത് നിതിൻ ചാടിയത് എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ചാടിയത് കറക്റ്റ് ഈ പൂച്ച 4 കാലിൽ ചാടണ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെന്നിറങ്ങി കാല് കുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെ കുറിച്ചിട്ട് അധികം വിശേഷിക്കാൻ. ക്യാമറ ഓഫാക്കി വേറെ ഒന്നും ചെയ്യാണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ മറ്റേ ഒരു കുഴപ്പമുണ്ടായില്ലേ, പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയില്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ചാടി അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് നിന്നു. ഞാൻ വിചാരിച്ചേ നാണക്കേട് കാരണം നിൽക്കാവോ, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചാടും. അതും എത്ര ഹൈറ്റിൽ നിന്നാ ചാടണം, പെട്ടെന്ന് മുട്ടിലോ അല്ലെങ്കിൽ ഈ ആംഗിൾ ഇവിടേക്ക് ഒരു പെട്ടെന്നൊരു വിലക്കം വരില്ലോ അങ്ങനെ ഇങ്ങോട്ട് ചാടുമ്പോ. അങ്ങനെ വല്ലതും പറ്റിയാവെന്നൊക്കെ വിചാരിച്ചു ഞാൻ കുറെ വട്ടം ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ പിന്നെ ഒന്നും പറയൂലേ. ആള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നേർത്തിയില്ല അവൻ. ഉഷാകുമാരി, അല്ല പിന്നെ മറ്റേ അരക്കണ കല്ലുമ്പില്ലേ മേലെ അതിപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞോളൂ അതിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ കുടിലിന്റെ അല്ല ഈ ഓടിട്ട പെരേരെ ഒരു ഭംഗി പോവും. അവിടേക്ക് മറ്റേ ഈ സാധനല്ലേ ഈ ഫ്രെയിം അതിനെങ്ങനെ ഇങ്ങനെ നീട്ടിട്ട് ഓടന്നെ മേണ്ടി വരും. അതന്നെ വീഡിയോ എടുക്കുമ്പോ കുടില് പാചകം ചെയ്യണ സമയത്ത് അങ്ങനെ അരയ്ക്കും. അതല്ലാണ്ട് ചിലപ്പോ ചമ്മന്തി ഒക്കെ എനിക്ക് ഇതും അരയ്ക്കാൻ തോന്നിട്ട് വന്നിട്ട് അരയ്ക്കാറുണ്ട്. അല്ലാണ്ട് ഒന്നും ഇതും അങ്ങനെ അരയ്ക്കേണ്ടി വരുന്നില്ലല്ലോ. ഉഷാകുമാരി, അജു സരിതേ ഇന്നത്തെ വീഡിയോയിൽ അജു കോഴി മുട്ട ഇട്ടോ എന്ന് നോക്കാൻ പോയപ്പോ ആ മരത്തിൽ താളം പിടിച്ചു നിന്ന ഒരു കൈ, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ആരുടെ ആയിരുന്നു ആ നിഗൂഢത നിറഞ്ഞ കൈകൾ? അത് ഒരു സിനിമയിലൊക്കെ കാണുന്നപ്പോഴുള്ള ഒരു ഇതുണ്ട്. ഒരു നമുക്ക് ചില സിനിമകളിൽ കണ്ടില്ലേ, നമ്മളവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ആരോ നമ്മളവിടെ നിന്ന് വാച്ച് ഒരു സാധനം. അത് നിതിൻ ഫിലിം പ്രൊഡക്ഷൻ ആണ് പഠിച്ചു നോക്കി. അപ്പൊ അവൻ അതിന്റെ എഡിറ്റർ ആണല്ലോ മെയിൻ. അപ്പോ ക്യാമറ അല്ല അവന്റെ മേഖല, നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം, നമ്മുടെ വ്ളോഗ് ചെയ്യല്ലേ വേണ്ടോ. അപ്പോ എന്താ പറയാ ആ ഒരു സ്കില്ലുണ്ടല്ലോ എഡിറ്റിങ്ങിന്റെ. അപ്പൊ ഈ ഷൂട്ടിങ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ അവന് കുറെ ഐഡിയകൾ വരും. എഡിറ്റ് ചെയ്യുമ്പോ ഈ ക്ലിപ്പ് അവിടെ ചേർത്ത് അങ്ങനെ ചെയ്യാന്നൊക്കെ. അപ്പൊ ആ ഐഡിയ വെച്ചിട്ടാണ് ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്ത് നമ്മളൊന്നും പറയാണ്ട് എടുത്തുകൊണ്ടിരിക്കും. എന്തിനാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം എടുക്കുമ്പോ ഓരോന്ന് എടുക്കുമ്പോ അറിയാം ഓരോന്നിലേക്ക് അപ്ലൈ ചെയ്യാനാണെന്ന് എനിക്കറിയാം എടുക്കുമ്പോ. അപ്പൊ നമ്മള് പിന്നെ എടുത്തോട്ടെ എന്നുള്ള ലെവലിൽ നമ്മളായാലും ഷൂട്ട് ചെയ്യുമ്പോ ഓരോന്ന് അവൻ ചെയ്യണ് കാണുമ്പോ വിചാരിക്കൂട്ടാ അതായത് എന്തിട്ടാണാവുന്നത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സേവ് ആയിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോഴാ ഇതിങ്ങനെയാണോ വന്നേ, അത് രസമായി വരുന്നത്. അടുത്തത് കാർത്തിക, 45 minutes ഉള്ള വീഡിയോ ഇടൂ, കണ്ടിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്നു. നന്നായിണ്ട്.
നമ്മുടെ വീഡിയോ എത്ര തുടങ്ങുമ്പോൾ തന്നെ എത്ര മിനിറ്റ് വരും, എത്ര എവിടെ അവസാനിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 45 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 45 മിനിറ്റ് വരും, ചിലപ്പോൾ 20 മിനിറ്റിൽ അവസാനിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ലാഗുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അത് കൂട്ടിച്ചേർത്ത് വരുമ്പോഴേ എത്ര മിനിറ്റ് ചിലത് ഒഴിവാക്കാൻ തോന്നില്ല. ചിലപ്പോൾ ഭയങ്കര ചില വീഡിയോയിൽ അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങിയ ചേട്ടന് നിർത്താൻ പറ്റാണ്ട് ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് പോയി അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ കഥയൊക്കെ കളയും. ഇനി ആ കഥ വേറെ ഏതെങ്കിലും കഥയില്ലാത്ത വല്ല വീഡിയോയിൽ വേണമെങ്കിൽ കഥ എന്ന് ഉദ്ദേശിച്ചത് പണ്ടത്തെ ഓർമ്മകള് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കളയാറുണ്ട്. ചിലത് ഭയങ്കര ലെങ്ത് പിന്നെ അത് ഓർത്തെടുക്കാൻ പറ്റില്ല, നമ്മളത് കളഞ്ഞു. പിന്നെ അത് വേറെ വീഡിയോയിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോ അപ്പൊ വരുന്നതല്ലേ, അപ്പൊ ആ സിറ്റുവേഷനായി ബന്ധപ്പെട്ട ഓർമ്മ അപ്പൊ പിന്നെ അത് പോവും. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. ഇന്നത്തെ വീഡിയോ സൂപ്പർ പൈനാപ്പിൾ പിന്നെ ചിക്കനല്ല ചക്ക എന്നിവ കൊണ്ടൊരു കളി. പൈനാപ്പിളും കൊണ്ട് ഓടി നടക്കുന്ന അജു ചക്ക കണ്ടപ്പോൾ മട്ട് മാറി. ഉടനെ പൈനാപ്പിൾ സെരതികയായി മാറി. കല്യാണത്തിന് ബൊക്ക കൊടുക്കുന്ന പോലെ തോന്നി. പിന്നെ ചക്ക രാജാവായി, പൈനാപ്പിൾ മന്ത്രിയുമായി. പൈനാപ്പിൾ കറി വെച്ചപ്പോൾ അടിപൊളിയായി തോന്നി. അജു മുരിങ്ങമരം വെട്ടുമ്പോൾ കോണി മറിഞ്ഞ് വീണ് വീഡിയോഗ്രാഫർ താഴേക്ക് ചാടി. ശ്രീനിവാസന്റെ സിനിമയിലെ പരിമള സോപ്പിന്റെ പരസ്യം പോലെ ക്യാമറയും വെള്ളത്തിൽ ചാടിയ പോലെ. കോണി മറിഞ്ഞില്ല ചേട്ടാ, കോണിമ ചേട്ടൻ നിൽക്കണ്ടായിരുന്നു. അവൻ നിൽക്കായിരുന്നു ചേട്ടൻ വെട്ടണത്. അപ്പൊ ഒരു ചില്ലേമ ഇങ്ങനെ ആള് സപ്പോർട്ടിന് പിടിച്ചിട്ടാ തുടങ്ങി. അപ്പൊ മുരിങ്ങേര ചില്ലല്ല അതിന് തീരണ്ടല്ലോ, അതിങ്ങോട്ട് കയ്യിൽ പോന്നു. അപ്പനവൻ ചാടി മതിലിന്റെ താഴത്തേക്ക് ഒരു 5 അടി പോരാ 6 അടി താഴ്ചയിലേക്ക് ചാടി. അത് പിന്നെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ ബാക്കിലേക്കല്ല അവൻ നടക്കാ. അപ്പോഴും പലപ്പോഴും എല്ലാം തട്ടി തടഞ്ഞ് വീഴാൻ പോലും സ്ഥിരാണ് അങ്ങനെയൊക്കെ. ഇന്നാളൊരാൾ ചോദിച്ചു, നിങ്ങളുടെ ക്യാമറാമാൻ എങ്ങനെയാണ് ഇത് പിന്നിലേക്ക് കൊണ്ട് ഓടാണോ ചോദിക്കുന്നത്. അത് പിന്നിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കപ്പോഴും. നമുക്ക് പേടിയുണ്ടാവട്ടെ. എനിക്കതൊക്കെ പേടിയാ. ജഗ്ഗു ഷൂട്ട് ചെയ്യുമ്പോഴായാലും നിതിനായാലും ആര് ഷൂട്ട് ചെയ്യാലും അവർ ബാക്കിലേക്കാണല്ലോ നടക്കണം. അപ്പൊ അവർ കാണുള്ളല്ലോ പിന്നിൽ വല്ല സാധനങ്ങൾ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് അവിടെ ഇന്ന സാധനം ഉണ്ടിട്ടാ അതുണ്ടിട്ടാ ഇതുണ്ടിട്ടാന്ന്. ഇപ്പൊ അക്കാദമിയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് അവൻ അതുപോലെ ഇതിനേക്കാളും വലിയൊരു കുഴിയിലേക്ക് വീണേനെ. എന്നിട്ട് നാടകത്തിന്റെ അന്ന് ജയന്തി ചേച്ചി എന്നോട് പറയാ അത് മനസ്സിൽ നിന്ന് പോണില്ലാന്നോ വീഴാൻ പോയത്. പിന്നെ അതെന്നെ ഇങ്ങനെ ഓർമ്മയില് വന്നിട്ട് പേടിയാവുന്ന ആലോചിക്കുമ്പോ അവനെങ്ങാനും വീണിരുന്നെങ്കിലും. അന്ന് റിഹേഴ്സലിന്റെ അന്ന് നിതിനും വന്നിട്ടുണ്ടായിരുന്നു അക്കാദമിയിലേക്ക് റിഹേഴ്സലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് എസ് ബായുഷി. ആ മുരിങ്ങക്കിട്ട് വെട്ടിയ ഓരോ വെട്ടും കൊണ്ടത് ഈ ഉള്ളവന്റെ ഹൃദയത്തിലായിരുന്നു. ഇനി അവിടെ പെയ്യാൻ പോകുന്ന മഴ എന്റെ കണ്ണുനീരായിരിക്കും, നോക്കിക്കോ. ദൈവദോഷം പറയരുത്, ഒരൊറ്റ വെട്ട് പോലും മിസ്സായിട്ടില്ല. ഒറ്റ മുരിങ്ങയ്ക്ക് എന്നെ കൊണ്ടത്. ഒന്നുപോലെ മുരിങ്ങയില കിട്ടാൻ ആഗ്രഹിക്കുന്നവര് ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് ഈ വീട്ടിലൂടെ മനസ്സിലായി. അതില്ലേ ആ മുരിങ്ങേരല്ലേ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചാ കഴിക്കാമെന്ന്. എന്തിനാ നമുക്ക് പച്ച കിട്ടുന്നതല്ലേ പിന്നെ. അതെ. KA ജോയ് കള്ളിക്കാടൻ. സുജിതയെ നിനക്കായല്ലോ ഞാൻ വിയറ്റ്നാമേറിൽ ചക്കയിട്ടു. ഒരു പാട്ടുണ്ടാക്കിയാള്. ചേട്ടൻ എല്ലാം സുജിതയ്ക്ക് വേണ്ടി ചെയ്യണ പോലെയാണ്. പൈനാപ്പിൾ കറി വെക്കാൻ പോണത് അവൾക്ക് വേണ്ടി. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് ആവായത്ത് വായിൽ വന്ന് പറഞ്ഞതല്ലേ. എനിക്കങ്ങനെ ഞാൻ പറയില്ലേ, ഇങ്ങനെ ആലോചിച്ചതൊന്നുമില്ല. എന്തിട്ടാണ് വായിന്ന് വരുന്നത് അതാണ് പറയുന്നത്. അജീഷ് ഈസി. നമസ്കാരം. ജഗുവിന് ഇപ്പോഴും SPC ഉണ്ടോ? കോഴിച്ചാത്തനെ കൊന്നതോടുകൂടി പിടകളെല്ലാം നിത്യകന്യകമാരല്ലല്ലോ, എല്ലാം വിധവകളല്ലേ. നോട്ട് ദ പോയിന്റ്. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെ കന്യകയ വിധവയല്ലേ? അതല്ല, അത് ഇപ്പോഴത്തെ ഇതില് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആ നാടകം ഈ കാബാലിക എന്ന് പറഞ്ഞ നാടകം കളിക്കുമ്പോഴേ അതില് കുറേ വാക്കുകളുണ്ട്. ഈ കന്യക എന്ന് പറഞ്ഞ വാക്ക് അതിൽ അഭിനയിക്കുന്നത് ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവൾക്കാണെങ്കിൽ അവളാണ് ഇതിൽ നായിക. അതന്നെ, അവള് ഭയങ്കരമായിട്ടുള്ള ഈ വാക്ക് പറയുമ്പോ, അതായത് ഈ കന്യക എന്ന് പറഞ്ഞ വാക്ക് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അന്ന് വെച്ചാൽ അവൾക്ക് അത് പറയാനും പറ്റില്ല, ഡയലോഗ് പറയാനും പറ്റില്ല. അപ്പൊ ഞാൻ എന്നോടും പ്രാമിനോടും ചൂടാവും. കുറെ വട്ടം ഡയലോഗ് മാറ്റാൻ പറഞ്ഞു. അതായത് മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം അല്ല, അതിന് ഇതില്ലല്ലോ, ലിംഗഭേദമില്ലല്ലോ. അതല്ലേ? അല്ല, ആണുങ്ങൾക്ക് അങ്ങനത്തെ ആ വാക്ക് രാജാവ് റാണി അങ്ങനെ പറയണ പോലെ എതിർലിംഗം പറയില്ലേ നമ്മള്, അങ്ങനത്തെ വാക്ക് കന്യകയ്ക്കില്ല. അതൊക്കെ കുറച്ച് വാക്കുണ്ട്. പതിവ്രത, കന്യക. പതിവ്രതയാണ് അതിലത്തെ മെയിൻ വാക്ക് നാടകത്തിലത്തെ. അതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം ചാർത്തി കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ. എന്നിട്ടും നീ എങ്ങനെ പതിവ്രതയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്, ഇതില് കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികളൊക്കെ ആണുങ്ങളുടെ കൂടെ ആണെന്നാലും ഒക്കെ കന്യകൾ തന്നെ.
അങ്ങനെ കണക്കാക്കണല്ലോ എന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ. അടുത്തത് ഗിരിജ. എന്റെ അജു, ആ മുരിങ്ങയിൽ വെട്ടുന്ന ഓരോ വെട്ടും എന്റെ നെഞ്ചിലാണ് കൊണ്ടത്. ഇവിടെ ഒരു മുരിങ്ങയില കിട്ടാനില്ല. എനിക്കാണെങ്കിൽ ഇലക്കറികൾ കഴിക്കുകയും വേണം. വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെടും, മുരിങ്ങയില ഉണ്ടെങ്കിൽ കൊണ്ടുവരാമോ എന്നാണ്. ആവശ്യക്കാർക്ക് കൊടുത്തുകൂടെ അജു? അവിടെ നിൽക്കുന്ന സുജിത. ഞാനായിരുന്നെങ്കിൽ ഇന്നുപോലും ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി. അയ്യോ, ഇവിടെ ഈ പ്രദേശത്ത് ആർക്കും വേണ്ട മുരിങ്ങ. എല്ലാ വീട്ടിലും മുരിങ്ങ. അതാണ്, ആർക്ക് വേണം മുരിങ്ങയിലേക്ക്. ഗീതാ കേവി. ചിലർ അങ്ങനെയാണ്, സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളായി അവതരിപ്പിക്കും. അജു ട്രാൻസ്പാരന്റ് ആയതുകൊണ്ട് അതെല്ലാവരും മനസ്സിലാക്കിയെന്ന് മാത്രം. അതന്നെ ഫിലോമിന പറയില്ലേ ഉണ്ണീനി കൊണ്ട്, നിനക്ക് മസാല ദോശ വേണടാ മറ്റേ കുടുംബ പുരാണത്തില്. എന്നിട്ട് അംബികയുടെ അടുത്ത് ഇവൻ പറയണേട്ടാ അതിന് മസാല ദോശ വേണമെന്ന്. അടുത്ത അശോക് വേൾഡ്. ജോലി ചെയ്ത് തളർന്നു പാവം സുജിത. നല്ല വിശപ്പോടെ ചൂട് ചോറും പൈനാപ്പിൾ കറിയും ചേർത്ത് കുഴച്ചു കഴിക്കുന്ന രുചിയിൽ വേറെ ഒന്നും സുജിത അറിയുന്നില്ല. ഭക്ഷണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ചു പറയുമ്പോൾ നിങ്ങളോട് പറയുമായിരിക്കും, പക്ഷെ പൈനാപ്പിൾ കറി മിന്നിച്ചിട്ടുണ്ട്. ശരിയാ, സുജിത നന്നായി ആസ്വദിച്ചു. അവൾക്ക് നന്നായിട്ടേ ഒരു കൂട്ടാൻ്റെ ടേസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അവൾക്ക് പറയാനറിയാം നല്ല പോലെ. അതിൻ്റെ അല്ല, ചിലവർക്ക് അങ്ങനെ വെറുതെ തിന്നു നിറയ്ക്കുക എന്ന് മാത്രമല്ലോ ഒന്ന്. പക്ഷെ അതിനെ ശരിക്കും അതിന്റെ പോരായ്മകളും ഇതൊക്കെ ആസ്വദിച്ച് അവള് കറക്റ്റായിട്ട് പറയും. മതിചാടാനുള്ള ഇത് നോക്കിക്കേട്ടാ. ഇല്ല, ഇവിടെ കാഴ്ച കൂടുതലല്ല, ചാടില്ല ആള്, കാലോടിയും ചിലപ്പോഴേ. അടുത്തത് ഷിഹാബ് PMF. അജുവിന് ചെറിയൊരു ഇളക്കം, സരിതേ സൂക്ഷിച്ചോ. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കുന്നു, ക്രെഡിറ്റ് കൊടുക്കുന്നു, ചക്ക വെട്ടിപ്പൊളിച്ചു കൊടുക്കുന്നു. എന്റെ പൊന്നോ, എന്തൊക്കെ കാണും. അങ്ങനത്തെ ഒരു ഇതോടും ഇല്ല. അവള് നമുക്കൊരു അനീതി കൂട്ടി പോലെയാണ് കേട്ടാ. അടുത്തത് ബിജി ബേബി. ചക്ക മാത്രം കാണിച്ചു കൊതിപ്പിക്കല്ലേ എൻ്റെ അജു, ഞങ്ങളുടെയൊക്കെ കൊതി കിട്ടി വയറ് കേടായാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊരു പാവം ചേച്ചി ബഹ്റിനിൽ നിന്ന്. ചക്ക കിട്ടാത്തൊരു വിഷമം നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അറിയുന്നത്. അയ്യോ. അടുത്തത് ഷിജി ML. ഇത്രയും ഒരുങ്ങിയാണോ വീട്ടിൽ നിൽക്കുന്നത്? സാധാ പോലെ നിന്നാ പോരെ ഇത്? ഒരുമാതിരി കുക്കിംഗ് ചാനൽ ഷോ ചെയ്യുന്നത് പോലെ. മറ്റേ പെൺകുട്ടി കണ്ടോ, അതാണ് നോർമൽ. അതായത് ഞാൻ ഭയങ്കര ഒരുങ്ങിയിട്ടാണ് ആ വീഡിയോയിൽ നിന്നേന്നാണ്. ഒരുങ്ങിയിട്ടും നല്ലത് അത് സാധാരണ വീട്ടിലുള്ള ഇടാത്തൊരു ഡ്രസ്സ് എടുത്തിട്ടു എന്നുള്ളോ. പിന്നെ പാവത്തുങ്ങൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയത് ഇത്ര വലിയ അപരാധമാണോ? ആ ചുരിദാറ് പുറത്തേക്ക് ഇടുന്ന ചുരിദാറാണ്. ഞാൻ പൈനാപ്പിൾ കയറിയല്ലേ, അപ്പം മഞ്ഞ ആയിക്കോട്ടെ വെച്ചിട്ട് അതെടുത്തു എന്ന് മാത്രം. കുറേ നാളായി ഉണ്ടാകും ആ ഡ്രസ്സ് വീഡിയോയിലൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഇത് കുറേ നാളായാലും ഇട്ടിട്ട് അപ്പം ഇതിടാം അങ്ങനെ വിചാരിച്ചിട്ട്. നമ്മൾ അടുപ്പിച്ച് ഇടുന്ന ഡ്രസ്സ് ഇങ്ങനെ ഇടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് ഇട്ടു. ബാക്കി ഒന്നിലും മാറ്റില്ല, മുഖത്ത് മേക്കപ്പോ ഒന്നും തന്നെ ഇല്ല. ഈ പൊട്ടന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരുങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ വീഡിയോ ഞാൻ സാധാരണ ആയിട്ടുള്ള വീഡിയോ എടുക്കുകയാണെന്നും കൂടി ചിലപ്പോൾ എനിക്ക് അറിയില്ല. ചില സമയത്ത് പുറത്ത് എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുമ്പോഴോ ചേട്ടൻ മൈക്കോണ് വന്നിട്ട് ഒരു ക്ലിപ്പ് എടുക്കട്ടെ അത് പറഞ്ഞു എന്നിട്ട് പറയാം. ഞാൻ എന്നിട്ട് വീഡിയോയിൽ അതൊക്കെ പറയില്ലേ. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചെയ്യാം മൂത്ത് വല്ല കരിയാൻ കിട്ടിയല്ലോ. ഞാൻ കരിയുള്ള പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ കരിയൊക്കെ ഉണ്ടാവും ചില മുഖത്ത്, വിറകടുപ്പൊക്കെ എത്തിച്ചിട്ട് അറിയാണ്ട്. അതൊക്കെ ഉണ്ടാ മുഖത്ത്, മുഖം ഒന്ന് കഴുകിയൊന്നുമില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറയും. അയ്യോ. അടുത്തത് റഹീന. നിങ്ങളുടെ ചാനൽ തുടങ്ങി അന്ന് മുതൽ കൂടെ കൂടിയതാണ്. വീട്ടുജോലിക്കിടയിൽ വന്ന് വീഡിയോ കണ്ടിട്ട് പോകും. മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷം. അടുത്തത് പ്രൈം സ്റ്റോക്ക് സാൻഡ് ഷെയർസ്. നാടകം കണ്ട് ചിരിച്ചൊരു വഴിയായി. സൂപ്പർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. രണ്ടുപേർക്കും പ്രത്യേകിച്ച് അപ്പൂപ്പനെ അഭിനന്ദനങ്ങൾ. അവരെ പെട്ടെന്നുള്ള പ്രേമന്റെയും ഫ്രണ്ടിന്റെയും ഇതാണ് ഒരു ഇംപ്രൊവൈസേഷൻ. അവരെന്തുട ചെയ്യാൻ പോണെന്ന് ഞങ്ങൾക്കും ആകാംക്ഷയിലിരിക്കണം. ഞങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും അറിയില്ല. അതാണ് ഞാൻ വിചാരിച്ച അതെന്താ കളിക്കുന്ന വിചാരിച്ചേ. രണ്ടാളും കൂടി കളിക്കുന്നുണ്ട്. ഇത് വേറെ എന്തോ ആണല്ലോ. അതെന്താന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു നാടകം, കുഞ്ഞു നാടകം, ഭയങ്കര ഫീല് വരുന്ന ഒരു നാടകം. രണ്ടുപേർക്ക് കൂടിയിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ പ്രോപ്പർട്ടിയോ ഒന്നും വേണ്ട. നമുക്ക് എവിടെ വേണമെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു നാടകം കളിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇരുന്ന് കളിക്കാവുന്ന ഒരു നാടകമാണ്. അതെന്താ അത് അവസാനിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നു. എല്ലാവരും കരയും കാണുന്നവര്. അത്ര അങ്ങനെ ഒരു കുഞ്ഞ് ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു നാടകം. പക്ഷെ അത് വലിയൊരു മെസ്സേജ്, വലിയ മീനിങ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളൊരു
പ്രേമേട്ടനും പ്രശാന്തും കുറെ പേര് ചെയ്തിട്ടുണ്ട്. ടി ജി രവിയുടെ മകനും കൂടിയിട്ട് ശ്രീജിത്ത് രവി കൂടിയിട്ടാണ് അവതരിപ്പിച്ചിട്ടാണ് തുടക്കം അല്ലേ? സുനിൽ സുഗതിയും അവരൊക്കെ, പ്രതാപേട്ടൻ, അങ്ങനെ ഇവരാണ് ചെയ്തിട്ടുള്ളത്. ഇവര് ചെയ്തിട്ട് അത് ആളുകള് കാണികൾ കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അക്കാദമിയിലാണ് കളിച്ചെന്ന് തോന്നുന്നു. ഇനി കൂടുമ്പോ അത് കളിക്കാൻ പറയാം, കൊണ്ട് അല്ലെ പ്രേമേട്ടൻ കിഷോറിനെ കൊണ്ട് അങ്ങനെ കളിക്കാൻ പറയാം. അടുത്തത് സീന ശ്രീനിവാസൻ. അടിപൊളി വീഡിയോ. ഈ ഒത്തുകൂടെ കണ്ടപ്പോൾ ശരിക്കും അസൂയ തോന്നി. എന്ത് രസമായിരുന്നു. വീഡിയോ തീർന്നറിഞ്ഞില്ല. അതോ ലോകത്തിൽ എല്ലാവരെയും ഒത്തിരി ഇഷ്ടം. ജയന്തി പൂളിൽ ചാടിയത് കണ്ട് ചിരി ചത്തു. ഡാൻസും പാട്ടും സ്കിറ്റും എല്ലാം അടിപൊളി. ഒന്നും പറയാനില്ല. നിങ്ങളുടെ കൂടെ ഞങ്ങളും എൻജോയ് ചെയ്തു. ജയന്തിയുടെ ചാട്ടം ഞാൻ ശരിക്കും പേടിച്ചു. ചാടിയപ്പോ ഇങ്ങനെ പോയി ആള്. ഇത്ര തൂക്കുള്ള ആളല്ലേ. അതും വലിയ താഴ്ചയിൽ നമ്മളെ നല്ല താഴ്ചയിൽ കുഴപ്പമില്ല. അല്ല, നല്ല താഴ്ചയിൽ കാല് നിലച്ച് നിന്നിടിക്കില്ലേ. ഇത് 5.5 അടി താഴ്ചയിലുള്ളോ. അപ്പൊ ഇങ്ങനെ ഭാഗ്യത്തിന് ഇങ്ങനെയാണ് പോയി. മറ്റേ പറയുന്നു കാണാനല്ല കോടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൽ കൂടെ ഇറങ്ങിയാ മതി. അടുത്ത ശ്രീജ ഗിരീഷ്. ജയന്തി ചേച്ചിയുടെ ചാട്ടം നല്ല ഇഷ്ടമായി. നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് എങ്ങനെ പറയാതിരിക്കുക. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത അസൂയ തോന്നിട്ട് പുറത്തേക്ക് വരുന്നതാണ്. ഇത്രയ്ക്ക് ശക്തമായ സുഹൃത്ത് വലയം ഉള്ള നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. എല്ലാവരോടും ഭയങ്കര സ്നേഹം തോന്നുന്നു. എന്നത്തെയും പോലെ നല്ലൊരു വീഡിയോ. ലവ് യു ഓൾ. എന്താ പറയാ, കൂടുതലൊക്കെ എണ്ണം പറഞ്ഞ ദിവസങ്ങൾ എന്ന് പറയില്ലേ, എണ്ണം പറഞ്ഞ എന്താ പറയാ, സുവർണ ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലത്തെ. ഇതിൽ തന്നെ എല്ലാവർക്കും വരാൻ പറ്റിയില്ല. അപർണയ്ക്ക് വരാൻ പറ്റിയില്ല, രാജേഷിന് വന്നില്ല. എന്നിട്ട് വീഡിയോ കണ്ടിട്ടല്ലോ അവർക്ക് സങ്കടമായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ പുറമെ നിൽക്കുന്നവർക്ക് വരെ ഇത്ര തോന്നുന്നുണ്ടെങ്കിൽ ഇതിലത്തെ അംഗങ്ങൾക്ക് തന്നെ ഇതിൽ കൂടാൻ അന്നത്തെ ദിവസം പറ്റാത്തവർക്ക് എന്തോരം വിഷമം ഉണ്ടാവും കാണുമ്പോൾ. അപ്പം നമ്മുടെ കൂടലുകളല്ലാതും നമ്മൾ വീഡിയോ എടുക്കാറില്ല. അന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ ആയതുകൊണ്ട് അന്ന് ചേട്ടൻ എടുത്തതല്ലേ. ഇല്ല, മാത്രമല്ല വീഡിയോക്ക് വലിയ ലെങ്ത്തും ഉണ്ടാവില്ല. കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ ചേട്ടൻ എടുക്കുള്ളൂ. പിന്നെ ക്യാമറ ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറെ വീഡിയോ എടുക്കാൻ മറന്നുപോകും. ഇതിനാണ് ഞാൻ ഒഴിവുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ. അടുത്തത് ലീല മണിപ്രഭ. എത്ര സൂപ്പർ പേര് അതോ ലോകം. പക്ഷെ എത്ര ടാലന്റഡ് ആണ് ഓരോരുത്തരും. ഫെന്റാസ്റ്റിക്. അതുപോലെ സരിതയും എത്ര നന്നായിട്ടാണ് പാടുന്നത്. ഒത്തിരി ഇഷ്ടം. ഗംഭീര ടാലന്റ് ആയിട്ടുള്ള ഒരാളുണ്ട് വിനുവേട്ടൻ ദുബായിൽ പോയി ജോലിയുടെ ഭാഗമായിട്ടേ. വിനുവേട്ടൻ സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് തബല, ഹാർമോണിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായി വായിക്കും. ഗസല് പാടും. ഭയങ്കര കഴിവുള്ള ആളാ വിനുവേട്ടൻ. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന്. പ്രേമേട്ടൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂടുമ്പോൾ. പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പ് എന്തിട്ടാലേ, എന്തൊരു കഴിവുള്ള മനുഷ്യന്മാരാണ് ഇരിക്കണേ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊക്കെ കൂടി ആളെ പുകഴ്ത്തണം. അപ്പോൾ ആള് നമ്മളൊക്കെ കുറേ സമയം സൂചിപ്പിച്ചു കുറെ പുകഴ്ത്തി തരുമ്പോൾ നമ്മൾ അതൊന്നല്ല, ഞങ്ങളുടെ കഴിവൊന്നല്ല കഴിവ്, പ്രേമേട്ടനാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് നല്ല രസം കേൾക്കാൻ. അടുത്തത് ശ്രീരഞ്ജിനി. ഈ സൗഹൃദ കൂട്ടായ്മയാണ് നിങ്ങളുടെ വിജയം. നല്ല ഒരു കൂട്ടുകുടുംബം. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങൾ 35 വർഷം ഇതുപോലെ കൂട്ടുകാരൊത്ത് ജീവിച്ചവരാണ്. ഇപ്പോൾ 4 വർഷമായി നാട്ടിൽ വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു കല്യാണം പോലെ ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും ഒന്നിച്ചു കൂടും. കല്യാണം എവിടെയാണെങ്കിലും ആ നല്ല നാളുകളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. ശരിയല്ലേ. ചിലർക്കൊക്കെ ഇങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പിന്നെ അത് ഇല്ലാണ്ടാകുമ്പോഴേ പെട്ടെന്ന് ഒരു ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, അതായത് എന്തും അവിടെ നമുക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ടാവണം. നമുക്കൊരു സ്പേസ് ഉണ്ടാവണം അവിടെ. അല്ലാണ്ട് ചിലവരൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനെ നെഗറ്റീവാക്കി എടുത്ത് അതിൽ വേറെ നമ്മൾ പറയണത് നമ്മൾ ചിന്തിക്കാത്ത അർത്ഥങ്ങളൊക്കെ അതിൽ കണ്ടെത്തി അങ്ങനത്തെ ആൾക്കാരൊക്കെയോ. അപ്പം അതാകുമ്പോൾ ആ ഗ്രൂപ്പ് അധികം നാൾ പൊളിയും. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ പല എല്ലാ ജാതി മതത്തിലും പെട്ടവരുണ്ട് ഞങ്ങൾ ഈ 12 പേര്. പിന്നെ രാഷ്ട്രീയവും പലതാ. പക്ഷെ ഞങ്ങൾ ഈ രാഷ്ട്രീയവും ജാതി മതമൊന്നും ഞങ്ങളുടെ ചർച്ചകളിൽ വരാറില്ല. എത്ര വർഷമായിട്ടുള്ള ഗ്രൂപ്പാണെന്ന് അറിയുന്നത്. കാരണം അങ്ങനത്തെ സംസാരങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത ആർക്കും താല്പര്യമില്ല അങ്ങനത്തെ സംസാരിക്കാനായിട്ട്. ഗീതാ കൃഷ്ണൻകുട്ടി. അധോലോകം ടീം അടിപൊളി. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഒരു ദിവസം പിക്നിക്കിന് പോയ പോലെയുള്ള അനുഭവം. ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പ്രേമനെ കളിയാക്കുന്നത് രസമായിരുന്നു. തുന്തിരി ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. ആയുസ് ആരോഗ്യം ദൈവം നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തത് സ്നേഹത്തുമ്പി. റിൻഡൻ ഒരു രക്ഷയില്ല. ചിരിച്ചൊരു വഴിയായി. സൂപ്പർ. എല്ലാവരും അടിപൊളിയാണ്. ജയന്തി ചേച്ചിയുടെ ചാട്ടം കലക്കി. റിൻഡനാണ് ഞങ്ങളുടെ എന്താ പറയാ കൊമേഡിയൻ. അപ്പൊ എല്ലാവരും രസം തന്നെയാ. പക്ഷെ റിൻഡൻ കുറച്ച് കൂടുതലാണ്. റിൻഡൻ ഇങ്ങനെ കൗണ്ടർ അടിക്കാനേ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും
അതിനെ കറക്റ്റ് കൗണ്ടർ പറയാനൊക്കെ ഭയങ്കര കഴിവാണ് റിന്റെ. പിന്നെ അനുകരിക്കാനും നമ്മുടെ ഈ അക്കാദമിയിലുള്ള ആളുകൾ അനുകരിക്കും, അക്കാദമിയുള്ള മാഷന്മാരെയൊക്കെ അനുകരിക്കും, അവർ ക്ലാസ് എടുക്കണത് പ്രേമനെ അനുകരിക്കും, എല്ലാവരും അനുകരിക്കും. പക്ഷെ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊന്നും അറിയില്ലല്ലോ. നമുക്ക് സിനിമ നടന്മാരെ മറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പ്രേമേട്ടനെയും ശശിയേട്ടനെയും ശ്രീരാമിനെയും കാണിക്കണത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതൊക്കെ അടച്ചിരിച്ചാവും. ചേട്ടനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ചേട്ടനെ കിട്ടണില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ചെയ്യും, എന്നെ ഇമിറ്റേറ്റ് ചെയ്യും. പെട്ടെന്നൊരു പിടുത്തം വരണ ശരിക്കും ഉള്ളിരിക്കുകയാണ് കയറണം പെട്ടെന്ന്. അങ്ങനെയാണ് ഇവര് ഇത് ഓരോരുത്തർ അനുകരിച്ച് പിടിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കിട്ടില്ല. ചില മാനറിസംസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെപ്പോഴും ആവർത്തിക്കുന്നത്, അതൊക്കെയാണ് അവർ നോട്ട് ചെയ്യുക, അതുമല്ലൊക്കെയാണ് ചെയ്യുക. അപ്പോഴാണ് അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഒരാളെ കാണിക്കുന്നത് ആരാന്ന് പറയുന്നത് പറഞ്ഞിട്ടേ ചെയ്യുമ്പോൾ വേഗം നമുക്ക് മനസ്സിലാവും ചെയ്യണത്. അങ്ങനെയാണ്. അനു ഇതൊക്കെ ഇത് വെറും നിസ്സാരം, ഇതല്ല ഇതിനേക്കാൾ വലിയ പൂളിൽ ചാടിയതാണ് ഈ ജയന്തി. ഒരുപാട് ചിരിച്ചു. അതുപോലെ എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ബിന്ദു ധനഞ്ജൻ. വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു. ജയന്തി പുള്ളിക്ക് ചാടിയത് ഗംഭീരമായി. രേഷ്മയുടെ നൃത്തം സൂപ്പർ. നാടകം പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്, നല്ലവണ്ണം രസിപ്പിച്ചു. പാട്ട് നിങ്ങൾക്കൊപ്പം താളമിട്ട് പാടി അധോലോകത്തിൻ്റെ ഈ കൂടിച്ചേരൽ ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, ആശംസകൾ. രേഷ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ആ സമയത്ത് എല്ലാവരും വെറുതെ അറിയത്തിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ രേഷ്മ ഒരു ഡാൻസ് കളിക്കാൻ പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ അകമ്പടി അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ആകെ നമുക്ക് അവൾക്ക് തന്നെ എന്താ ചെയ്യുന്നത്. പിന്നെ അവളുടെ ഡ്രസ്സും ഈ ഡാൻസിനെ പറ്റിയ ഡ്രസ്സെല്ലാം ഇടുന്നല്ലേ, ഒരു ഫ്രോക്ക് പോലത്തെ അതല്ലേ. അപ്പോൾ ഇനി വരുമ്പോൾ നല്ല പോലെ ഡാൻസ് കളിപ്പിക്കാട്ടാ. പിന്നെ പദമാണ് അങ്ങനെ എന്തോ ആണ് പാടി കളിച്ചത്. അതിന്റെ പാട്ട് അതന്നെ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. അപ്പോ അത് നമ്മൾ ഇട്ടാലും ആ സമയത്ത് മൊത്തം പാട്ട് മ്യൂട്ടാവും, ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ചേട്ടൻ വീണ്ടും അതിനെ വീഡിയോനെടുത്ത് എഡിറ്റ് ചെയ്ത് ആ സമയത്തുള്ള ആ ഒറിജിനൽ പാട്ടിന് കളിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ അത് കളഞ്ഞിട്ട് വേറൊരു മ്യൂസിക് ഇട്ട് കൊടുക്കും. ശരിക്കും അതിന്റെ പാട്ട് തന്നെ വരുമ്പോഴാണ് ആ ഡാൻസ് കൂടുതൽ ഭംഗിയാവുക, അതിന്റെ താളൊക്കെ കറക്റ്റ് ആവുമ്പോഴേ. ഇനി രേഷ്മ വരുമ്പോ നല്ല ഒരു ക്ലാസിക്കൽ നൃത്തം, അതായാലും ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഉണ്ടാവും. കുഴപ്പം. നോക്കാം. അടുത്തത് ദ മൈൻഡ്ഫുൾ പാണ്ട. Wow, you guys are truly blessed to have such unconditional friendships. Watching this episode, I could feel the pure happiness, the laughter, and the deep bond you all share. The togetherness is so beautiful. It's rare to see such genuine love and support among friends these days. Keep celebrating each other and spreading that positive vibe. അത് ഞാൻ പറഞ്ഞില്ലേ, അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു സന്തോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടും, ചിലവ് അവരുടെ വക ഒരു ചിലവുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെങ്കിൽ ചിലവുണ്ടാവും. ചിലപ്പോൾ അതിനെല്ലാവരും വന്നൊന്നും വരില്ല. പക്ഷെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞില്ലേ സകലൊരു സെക്കൻഡിൽ ഓടിയെത്തിയിട്ടുണ്ടാവും, ബാക്കി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനല്ലേ നമുക്ക് വേണ്ടത്. വിഷമ ഘട്ടങ്ങളിലും പ്രശ്നങ്ങളും അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മുടെ ഒപ്പം നിൽക്കണവരെ അല്ലേ വേണ്ടത്. അപ്പം അതിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ ഗ്രൂപ്പിൽ ആ ഗ്യാങ്ങിൽ ഞങ്ങളും പെട്ട കാരണം കൊണ്ട്. ചേട്ടനന്ന് നാടകം ചെയ്യാനൊക്കെ പോണേ എന്തോരം ഞാൻ അലമ്പുണ്ടാക്കിയിട്ടുള്ളതാ. പക്ഷേ അതൊക്കെ ഇപ്പം അതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അത് പോയതുകൊണ്ടാണല്ലോ, ആ നാടകത്തിന് പോയതുകൊണ്ടാവും ചേട്ടൻ ചാനൽ പോലും തുടങ്ങിയത്. കാരണം ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ചേട്ടന് വന്നത് അല്ലേ. അതുകൊണ്ടാണ് നാടകം പഠിച്ചത് കൊണ്ടാണ് അതൊക്കെ വന്നത്. ആ ഒരു അല്ല അതിന്റെ തുടർച്ചയാണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും നിങ്ങളായിട്ട് പരിചയപ്പെടുന്നതും. അല്ല ചാനൽ തുടങ്ങിയത് തന്നെ അത് കാരണം കൊണ്ടാണ്. പിന്നെ അതിനുശേഷം വന്ന മാറ്റങ്ങൾ വേറെ. സജിത സുബി. അജുവേട്ട, സരിത, ജഗു, അധോലോകം ടീം സൂപ്പർ. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ ഡാൻസ് പാട്ട് അഭിനയം കണ്ടപ്പോൾ കൊതിയാവുന്നു. എനിക്കും നിങ്ങളൊരാളാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊറേ പേര് ഇതിൽ ചോദിക്കുന്നുണ്ട്. ആ അക്കാദമിയിൽ തന്നെ എത്ര പേര് ചോദിക്കുന്നുണ്ടെന്ന് അറിയും. അടുത്തത് ഇന്ദു. അധോലോകം സ്കിറ്റ് വാസ് സൂപ്പർബ്. ദ ആക്ടേഴ്സ് വർ സോ നാച്ചുറൽ ആൻഡ് ഹ്യൂമറസ്. ലാഫ്ഡ് എ ലോട്ട്. അങ്ങനെ കുറേ കമൻസ് ഉണ്ട്. പിന്നെ ശാശി രാജശേഖരൻ. One of the best videos I really enjoyed. Not everyone is blessed to have such a great circle of friends as such. Jayanthi Chechi is classic. I loved her jump. I love her spirit.
സുബിത മണികണ്ഠൻ, വീഡിയോ കണ്ട് കൊതി തീർന്നില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. ഇങ്ങനെയുള്ള വീഡിയോ 1 മണിക്കൂറെങ്കിലും ഇടണം, കാണാൻ എന്ത് രസമായിരുന്നു, ഞാൻ അവിടെ വന്നു എന്ന് തോന്നി. ജോഷി ജോസ്, പൊളി വൈബ്, നൈസ്. ഇതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടിയ യു ആർ ലക്കി, ഓൾ ദ ബെസ്റ്റ്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഇതുപോലെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഒത്തുകൂടി മനസ്സോറെ സംസാരിച്ച് സന്തോഷം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പോകുന്ന ആ സമയത്തല്ലേ നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. എന്നും ഈ കൂട്ടായ്മ ഇതുപോലെ തന്നെ പോകണം. നിങ്ങൾ സന്തോഷിക്കുന്നതിനോടൊപ്പം ഞങ്ങൾക്കും സന്തോഷിക്കാമല്ലോ. നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തതിൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം. അതോ ലോകം നീണാൽ വാഴട്ടെ. അതന്നെ, നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം, അല്ലാണ്ട് വേറെ ആർക്കും. ഇനി തോമസ്, എന്ത് രസമുള്ള വീഡിയോ, ഒരു ഫിലിം കാണുന്ന പോലെ. എത്ര ടയേർഡാണെങ്കിലും അജൂസ് വേൾഡ് കാണുമ്പോൾ ഒരു ബൂസ്റ്റ് കഴിച്ച പോലെ എനർജി ഉണ്ടാവും. ഒരുപാട് ചിരിച്ചു കേട്ടോ. സന്തോഷം. രമ്യ രതീഷ്, സൂപ്പർ വീഡിയോ. കുറേ എഴുതാനുണ്ട്, ബട്ട് ടൈം ഇല്ല. എന്നാൽ ഇത്രയെങ്കിലും ഒന്നും എഴുതി വിട്ടില്ല എൻ്റെ മനസ്സ്, അത് കാരണം എഴുതിയതാണ്. അടുത്തത് തണ്ടിലത്ത് ഇന്ദിര. സരിതക്കുട്ടിയുടെ ഒരു പാട്ട് കൂടി പ്രതീക്ഷിച്ചു. ഇതുപോലുള്ള ഒത്തുചേരൽ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീക്കി വെച്ചിട്ട് കുറച്ച് നേരം സന്തോഷിക്കാൻ മാറ്റിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയന്തി സൂപ്പർ ലേഡി. അടുത്ത തവണ സരിതനോട് പാട്ട് പഠിപ്പിക്കാം. സരിത ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പാട്ട് പാടാൻ കുഴപ്പമില്ല. സിന്ധു എസ്, അധോലോക രക്ഷയിലെ ചിരിച്ചു ചത്തു സ്കിറ്റ് അടിപൊളി. നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്നും തന്നെ നിലനിൽക്കട്ടെ. ഇതിൽ തന്നെ അത്ര എടുത്തിട്ടുള്ള ചേട്ടൻ കുറെ കമന്റുകളുണ്ട്. രാജലക്ഷ്മി പ്രേമചന്ദ്രൻ, ഞങ്ങൾക്കും ചിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്ന അജു ആൻഡ് സരിത, ലവ് യു ഗൈസ്. അല്ല, ഇതൊക്കെയല്ലേ വായിക്കേണ്ടത്. നമ്മൾ ആളുകൾ പറയണത് അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരാള് നെഗറ്റീവ് എഴുതി വായിക്കല് വളരെ കുറവാണ്. 1-2 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കുറവാണ് വായിക്കുന്നത്. ഇപ്പോ കണ്ടു പറ്റാണ്ടിരിക്കാൻ ഒരു നെഗറ്റീവ് കമന്റ് വായിക്കുന്നത്, അല്ലെങ്കിൽ അതും പറയും നിങ്ങളെ പുകഴ്ത്തിയിട്ടുള്ള കമന്റ്സ് മാത്രമേ വായിക്കുന്നത്. അപ്പൊ നമ്മളിത് അങ്ങ് നെഗറ്റീവ് കമന്റ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമുക്ക് പോസിറ്റീവ് കമന്റുകൾ എഴുതുന്ന ആളുകളില്ല, ഇങ്ങനെയൊക്കെ എഴുതുന്നവരെ അവരെ മൈൻഡ് ചെയ്യണ്ടാന്ന്. നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ ഒഴിവാക്കി വിടൂ. ഞങ്ങളുടെ വായിക്കുന്നുണ്ട്, അത് വായിച്ചാൽ മതി. റജി രാജൻ, ജീവിതത്തിൽ ഓരോ നിമിഷവും ആസ്വാദികരമാക്കുക. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. അതോ ലോകത്തിന് എല്ലാവിധ ആശംസകളും. അയ്യോ റജി രാജൻ, ആ ചേട്ടൻ കുറേ നാളായി എന്നോട് മറ്റേ പാട്ട്, നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും. അയ്യോ പാടും, അടുത്ത് തന്നെ ഞാൻ പാടൂട്ടാ. ഞാനത് ഒരു ദിവസം ഇരുന്ന് കുറേ പ്രാവശ്യം അതിങ്ങനെ കേട്ടു. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടായിരുന്നില്ല, ഞാനത് അധികം കേട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കാസറ്റ് കുറച്ചെണ്ണം വെക്കണത് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം പിന്നീടായാലും നമ്മൾ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് തന്നെ കേൾക്കാറ് കൂടുതലും. അതുകൊണ്ട് ഈ പാട്ട് അച്ഛൻ്റെ കാസറ്റിൽ ഇല്ല. അപ്പൊ ഇത് ഞാൻ കേട്ടില്ല. അപ്പൊ എന്നിട്ട് ഇന്നാള് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ കമന്റ് ഇടും, നീലജലാശയത്തിൽ പാടാൻ പറയട്ടെ. അപ്പൊ ഞാനപ്പൊ ഇന്നാള് ഈ കമന്റ് വായിച്ചപ്പോ തന്നെ ഈ ഫോണിൽ ഈ പാട്ട് ഇങ്ങനെ കുറെ വട്ടം കേട്ടപ്പോഴേ എനിക്കത് കേൾക്കും ഇഷ്ടം ഇങ്ങനെ കൂടി വന്നു. അയ്യോ ഇത്ര രസമുള്ള പാട്ട് ഞാൻ ഇതുവരെ ഞാനിത് അറിയാണ്ട് പോയില്ലോ എന്ന് വിചാരിച്ചു. ചില പാട്ടുകൾ അങ്ങനെയാ, പിന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും. അപ്പൊ ഞാനത് അങ്ങനെ കുറേ പ്രാവശ്യം കേട്ടു. പക്ഷെ ഇനി അത് വരികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് പാടും. ശാന്തകുമാരി, ഒരു റിസോർട്ടിൽ ഇരിക്കുന്ന പോലെയുള്ള പ്രതീതി, അടിപൊളി പരിപാടി. നിങ്ങളുടെ ഒപ്പം ഞാനും എൻജോയ് ചെയ്തു. ഒരു ദിവസം ഞാനും വന്നോട്ടെ. അല്ലൻ ചേട്ടൻ ചെറിയ ചേട്ടൻ അവരെയും കാണണം. പിന്നെന്താ, എന്നിട്ട് ചോദിക്കാളെങ്കിൽ വായും ഇങ്ങട്. അടുത്തത് ശ്രീദേവി സുരേഷ്, നല്ല രസകരമായ വീഡിയോ ആയിരുന്നു. എല്ലാവരും ഒത്തുചേർന്നുള്ള നല്ല നല്ല സംഭാഷണങ്ങൾ, നാടകവും ഡാൻസും പാട്ടും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ പോലെ തോന്നി. ഇക്കാലത്ത് തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു ദിനം ഞങ്ങൾക്ക് കാഴ്ചയൊരുക്കിയതിന് നന്ദി. ഇതേപോലെ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ നാടക റിഹേഴ്സലിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമാണത് കാണാൻ. നിങ്ങൾ കണ്ടു നോക്കിട്ടാ. അതിപ്പം നമുക്ക് നാളെ ഇടാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒത്തുചേരാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം കളിക്കണത് തന്നെ. അല്ലാണ്ട് ഈ നാടകം കളിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. പ്രൊഫഷണൽ അല്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നല്ലാണ്ട് വേറെ ഗുണങ്ങളൊന്നും. നമുക്ക് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കുക. നമ്മൾക്ക് എന്താ പറയുക, ഇത്രയ്ക്ക് രസിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഭയങ്കര രസമായിരുന്നു ഇപ്രാവശ്യം കളിച്ചത്. ഇത് 3 വട്ടം 4 വട്ടം മുന്നേ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് എല്ലാവരും ഹൈ ലെവലിലേക്ക് ഉയർന്നു. ചേട്ടനടക്കം അഭിനയം ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കാണാവുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നിട്ട് ഞാൻ പറയുന്നേ, അപ്പം ഈ നാടക റിഹേഴ്സൽ 3-4 ദിവസം ഉണ്ടാവും, ഒരാഴ്ച മൊത്തം ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം അക്കാദമിയിൽ എല്ലാവരും കൂടും. അവിടെ ആയിരിക്കും റിഹേഴ്സൽ. ഈ അധോലോകം ടീം തന്നെ മൊത്തം എല്ലാവരും. പുറത്തുനിന്ന് ആരുള്ള റീ ഉണ്ടായിരുന്നു, സ്നേഹലിജി ഉണ്ടായിരുന്നു, പിന്നെ ആരുമില്ലല്ലോ, ബാക്കി എല്ലാവരും അധോലോകത്തിലുള്ളവർ തന്നെയാണ്.
ഞങ്ങളുടെ കൂടലാണ് ശരിക്കും പറയുന്നത് വൈകുന്നേരം. എന്നിട്ട് ഞായറാഴ്ച നാടകം കഴിഞ്ഞോടുകൂടി പറയാൻ പറ്റണം, അയ്യോ ഇനിയിപ്പം എന്തൊട്ട് ചെയ്യാ, ഇന്നത്തോടുകൂടി കഴിഞ്ഞു, ഇനി എന്തൊട്ട് ചെയ്യാ, ജയന്തി ചേച്ചി അതെ, അയ്യോ നാളെ തൊട്ട് ഇനി എന്തൊട്ട് ചെയ്യാ, അയ്യോ എന്തൊട്ട് ചെയ്യാ, അല്ലെങ്കിൽ കാലത്ത് എണീക്കും തന്നെ വൈകുന്നേരം റിഹേഴ്സൽ ഉണ്ട്. അങ്ങനെ സന്തോഷത്തിലാണ് വൈകുന്നേരം വരെ ഒരു കണക്കിന് തള്ളി നീക്കുക. ഗംഗാസ് ഡാൻസ് വേൾഡ്. ഇനി ഇങ്ങനെ കൂടുമ്പോൾ അജുചേട്ടൻ കൂടെ അവിടെ അവരുടെ കൂടെ ഇരിക്കണേ, അപ്പോഴേ കാണാൻ രസമുള്ളൂ. വീഡിയോ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കൂ. അതന്നെ അങ്ങനെ ചെയ്യണം. പിന്നെ ജഗ്ഗുവിനെ ഏൽപ്പിക്കാൻ ചേട്ടൻ ധൈര്യമില്ലേ, ജഗ്ഗു ശരിക്കും എടുത്തില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടെ. അതായത് എന്താ നിതിനും ജഗ്ഗു എടുക്കുമ്പോഴത്തെ മാറ്റം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വീഡിയോ ഇപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിതിൻ ഇതിലേക്കാണ് നോക്കുക, ഞങ്ങളെ ശ്രദ്ധിക്കേ ഇല്ല. പിന്നെ ഞങ്ങൾ പറയണ കഥ പറയുണ്ടാവും, തമാശകൾ പറയുണ്ടാവും, അതൊന്നും അവൻ കേൾക്കുന്നുണ്ടാവില്ല, അവന് യാതൊരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഇത് എടുക്കണേൽ മാത്രമായിരിക്കും ശ്രദ്ധ. അതുകൊണ്ട് ചേട്ടനും ഫുള്ള് അങ്ങോട്ട് അഴിഞ്ഞാടും. ചേട്ടൻ വീഡിയോ അവൻ എടുക്കണ്ടോന്നോ നമ്മൾ പേടുണ്ടോന്നൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു ഒറ്റോട്ടം തോന്നിയാൽ ഓടും, കാരണം ഇവൻ ക്യാമറ കൊണ്ട് പിന്നാലെ ഓടിക്കോളും, ഒക്കെ എടുത്തോളും, ഒന്നും അവൻ്റെ അടുത്ത് പറയണ്ട. ജഗ്ഗു എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നമ്മളിൽ നോക്കിയിട്ട് നിൽക്കണ്ടാവും, ഇതിലേക്ക് നോക്കില്ല അവൻ. അപ്പൊ ചില സൈഡ് നമ്മുടെ തലയുണ്ടാവില്ല, നമ്മളൊരു സൈഡിൽ പോയിട്ട് നിൽക്കണ്ടോ, ബാക്കി ഭാഗം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ചേട്ടന് ഇടയ്ക്ക് ഇത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കണ്ണാടൊക്കെ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ജഗ്ഗു എടുത്തത് ശരിയായിണ്ടോ നോക്കും. ചിലപ്പോൾ ശരിയായി ഉണ്ടാവില്ല, കണ്ടാ നോക്കിയാടാ ഇത് എടുത്തേക്കണത്, ഇത് ഞങ്ങള് പെട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒഴുക്കുണ്ടാവില്ല. എന്റെ ഭർത്താവ് ഇപ്പൊ നമ്മളൊരു ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഇതില് എനിക്ക് ശ്രദ്ധ ഇവൻ ശരിക്കും എടുക്കണ്ടാവോ ശ്രദ്ധ മുഴുവൻ പോവാ. അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ചേട്ടന് അത് അത്ര നന്നാവില്ല. പിന്നെ ചിലപ്പോ പട്ടികളെ വേറെ എന്തിനേലും കണ്ടു കഴിഞ്ഞാൽ അവൻ നമ്മളിവിടെ കാര്യമായിട്ടുള്ള കാര്യം പറയാമോ, ചിലപ്പോ ക്യാമറ അങ്ങോട്ട് വേണ്ടി അവരെ ഷൂട്ട്. അങ്ങനെയൊക്കെയാണ് ജഗ്ഗു. ഷിജി പുന്നോക്കിൽ, ഗുഡ് മോർണിംഗ് അധോലോകം ടീം, ശ്രേഷ്ഠ ഡാൻസ് സൂപ്പർ, ജയന്തി ചേച്ചിയുടെ പുള്ളിക്കൽ എൻട്രു രക്ഷയില് ചിരിച്ച് വയ്യാണ്ട്. അതുപോലെ റിൻഡൻ ചേട്ടന്റെ ആക്ഷൻ സോങ് കണ്ടിട്ട് ചിരിയോട് ചിരി. പ്രേമേട്ടൻ റിൻഡൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് തള്ളൽ പറയുന്നത് കേട്ട് ഒരുപാട് ചിരിച്ചു. മൊത്തത്തിൽ ഈ വീഡിയോ പൊളിയാണ്. നിങ്ങൾ അധോലോകം കോംബോ സൂപ്പർ വൈബ് തന്നെയാണ്. ബിഗ് സല്യൂട്ട്. ഇത്രയൊത്തൊരുമ കാത്തു സൂക്ഷിക്കുന്നതിന് ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. സന്തോഷം. ഇഷ്ടം പോലെ കാരണം എല്ലാവർക്കും ഇത് നമുക്ക് ഇതിൽ കൂടുതൽ കമന്റുകൾ ഇത് എടുക്കാൻ കാരണം തന്നെ നോക്കിയില്ല ഈ വീഡിയോരെ ഇതാണ് എന്താ പറയാ ആളുകൾ അത്ര ആസ്വദിച്ചു. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നല്ല നല്ല മനോഹരമായ കമന്റുകൾ വന്നത്. വിമല, നൈസ് വീഡിയോ സരിത, ഒരുപാട് ഇഷ്ടം. ഇങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ് ഇപ്പോൾ. കൂട്ടായ്മ നല്ലതാണ്. ബന്ധങ്ങളെക്കാൾ നമ്മുടെ ശരികളും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളാണ് മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഈ മാറിയ കാലത്ത് ആർക്കും ആരോടും ഒരു സ്നേഹവും സംസാരം ഒന്നുമില്ല, മിണ്ടാൻ പോലും സമയമില്ല. സരിതയ്ക്കും കുടുംബത്തിന് നല്ലത് വരട്ടെ. ഫ്രം ട്രിവാൻഡ്രം. ശരിയാണ്, ആളുകളൊക്കെ അകന്നു പോവല്ലേ, മനസ്സുകളകന്നു പോവാണ് ആളുകളുടെ. അടുത്തത് യമുന ബി വയലാർ, നമ്മുടെ മലയാളികളുടെ സ്വന്തം അല്ലെങ്കിൽ എന്താ പറയുക സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള വയലാർ രാമവർമ്മയുടെ, സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ മകളാണ് യമുന ചേച്ചി. അധോലോകത്തിന് പുതിയ അർത്ഥം കാഴ്ചവെച്ചവരെ എല്ലാം ഒരുമിച്ച് കാണുമ്പോൾ കൊതി തോന്നുന്നു. തലമുറകൾ ഹസ്തദാനം ചെയ്ത് തുടരട്ടെ. പരിപാടികളെല്ലാം രസമായി. അവിടേക്ക് ഒരു ദിവസം പോകണം നമുക്ക് വീട്ടിലേക്ക്. നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം പോകണം. സംഗീത സന്ദീപ്, അധോലോക സംഗമം പൊളി. ജയന്തി ചേച്ചി ഒരു രക്ഷയില്ല, ഡൈവിങ് വളരെ കലക്കി. ഒത്തിരി പേര് ഇത് കണ്ട് അസൂയ തോന്നും. ഇനിയും ഇതുപോലെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനാവട്ടെ. എൻ്റെ മകൻ ജനിച്ച അന്നു മുതൽ നിങ്ങളുടെ ആസ്വാദകനാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. 3 വയസ്സാകുന്നു അവന്. ഇനിയും ഗംഭീരമാകട്ടെ. 3 വയസ്സുകാരൻ വരെയുണ്ട് നമ്മുടെ ആരാധക വൃന്ദത്തിൽ. ഇത് കാണുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഒരു വീഡിയോ കാണിച്ചു തരാം. എടുത്തോണ്ടരാം ഒരു സെക്കൻഡ്. മറ്റേ ഫോണില കാണിച്ചു തരാം. ഇങ്ങനെ അത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എടുത്തു കൊണ്ട ഇത് കമന്റ് വായിക്കാം. ഒരു മെയിൽ വന്നതാട്ടാ. ഹായ് അജു, സരിത, എൻ്റെ പേര് സുനിത. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. എൻ്റെ വീട് തൃശ്ശൂർ ഞെരുവിശ്ശേരിയിലാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് നിങ്ങളുടേത്. ഇപ്പോൾ എൻ്റെ ലൂക്കയും പെറ്റ് ഡോഗ് ഈ ചാനലിൻ്റെ കട്ട ഫാനാണ്. ഈ മെയിൽ വായിക്കുമോയെന്ന് അറിയില്ല, ബട്ട് ഐ എം സെൻഡിങ് എ സ്മോൾ ഷോർട്സ്. ഹൗ മൈ ബോയ് ലവ് വാച്ചിങ് യുവർ വീഡിയോ, എസ്പെഷ്യലി വെൻ ചാർലി ഈസ് ദർ ഇൻ വീഡിയോസ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് പ്രയേഴ്സ്. യുവർ എവർ ലവിങ് സബ്സ്ക്രൈബർ സുനിത ആൻഡ് ഫാമിലി.
ഇവിടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ആ വീഡിയോ കാണിച്ചാ. നായ്ക്കൾ വരെ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നു. അടുത്തത് മീര മാധവൻ. വീഡിയോയിലൂടെ കണ്ട് പരിചയം മാത്രമുള്ള നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കലയുമായി ബന്ധമുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ മക്കളെ എല്ലാവരെയും പ്രത്യേകിച്ച് ജയന്തിയെ പ്രതീക്ഷിച്ചു, ഇന്ന് കാണാനും കഴിഞ്ഞു. ഇന്നലെ ബിജിത്തിന്റെ കത്ത് വായിച്ച് ഒത്തിരി കരഞ്ഞു, ഇന്ന് അതിലേറെ സന്തോഷിച്ചു, ഒത്തിരി ചിരിച്ചു. ഈ സന്തോഷം, നിഷ്കളങ്കമായ ഈ സ്നേഹം, ഒത്തൊരുമ ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു ടൂറ് പോയാൽ കിട്ടുമോ ഇത്ര സന്തോഷം? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അടുത്തത് വൈഷ്ണവി ആർ. 2019 മുതൽ കഴിഞ്ഞ ഏപ്രിൽ 18 വരെ നിങ്ങളുടെ വീഡിയോസ് മുടങ്ങാതെ കണ്ട ആളാണ് ഞാൻ. എൻ്റെ കല്യാണം കഴിഞ്ഞതോടെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. വീട്ടുകാരെയും നാടുമൊക്കെ മിസ് ചെയ്തപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാത്തതിനാൽ ഒരു വിഷമമായിരുന്നു. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. റീസ്റ്റാർട്ട് ചെയ്തത് ഇത്ര സന്തോഷം നിറഞ്ഞൊരു വീഡിയോയിലൂടെ ആയതിൽ എനിക്ക് വളരെ സന്തോഷം. കല്യാണം കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ ഒരു കാലയളവിന് ശേഷം പിന്നെ കണ്ട വീഡിയോ ആണ് ഇത്, ഈ വീഡിയോ. അടുത്തത് ലൈഫ് ഓഫ് എ ലേഡി. നിങ്ങളുടെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ്. ഇതുപോലെ വേറൊരു യൂട്യൂബ് ചാനൽ വീഡിയോയും ഞാൻ കാണാറില്ല. ഇപ്പോൾ സുഖമില്ലാതെ 2 വീക്സ് ആയിട്ട് കിടപ്പാണ്. ബോറടി ഇല്ലാതെ സമയം പോകുന്നത് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴാണ്. എന്നും ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ കഴിയട്ടെ. എന്താ പറ്റിയ സുഖമില്ല? 2 ആഴ്ച കിടപ്പിലാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊട്ടാണാവോ? സുഖല്ലേ? അസുഖമൊക്കെ വേഗം മാറും, ഉഷാറാവട്ടെ. അടുത്തത് റീത്ത ബേർണാഡ്. കാണികളോടൊരു വാക്ക്, മിണ്ടാതിരുന്നില്ലെങ്കിൽ ചെകള ഞാൻ അടിച്ചു പൊളിക്കും. ശശിയേട്ടാ പിന്നെ മിണ്ടിയിട്ടില്ലേ? ശശിയേട്ടനെ ലൈവ് കമന്റ് ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുക. അതായത് ഇവരെ അഭിനയിക്കണം, എൻ്റെ ഇടയിൽ ഓരോന്നിനും മറുപടി പറയാം. അത് പറയായിരുന്നു ഇവരെ കോൺസെൻട്രേഷൻ മൂല്യം അഭിനയിക്കണം. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ കഴിവ്. ഇതിലാണ് റിന്റന്റെയും കഴിവ്. അതായത് നമ്മൾ ഈ ഡയലോഗ് കാണിയോട് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ സാധനത്തിലേക്ക് വരണേ, എവിടെയാണ് പിന്നെ ശശിയേട്ടൻ വേണ്ടിയിട്ടില്ല. റിന്റൻ പറഞ്ഞ പോലെയാണ് ചെയ്യേ. ലീന രാധാകൃഷ്ണൻ. എല്ലാവരും ഒരേ മനസ്സോടെ ഇങ്ങനെ കൂടുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ. ടെൻഷൻ എല്ലാം മാറ്റി വെച്ച് കൂട്ടായ്മ ഉണ്ടാവട്ടെ. ഇതൊക്കെ അവസാനം ഓർമ്മിക്കാൻ കാണുകയുള്ളൂ. എല്ലാവരും സന്തോഷിക്കട്ടെ. അടുത്തത് ആഗ്നസ് മീഡിയ. ജേട്ടാ സരിത, ഈ വ്ളോഗ് കണ്ട് എനിക്ക് അസൂയ തോന്നിപ്പോയിട്ടോ. എത്ര നന്നായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നത്. എത്ര സന്തോഷമാണ് കാണാൻ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലേറെ നിങ്ങൾക്കും. ഇത് ഇങ്ങനെ തന്നെ തുടർന്നും പോട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം, സ്നേഹം. വീഡിയോ കാണുന്നതിലൂടെ ആണെങ്കിലും ഞങ്ങളും അധോലോകത്തിൻ്റെ അംഗങ്ങളാണ്. എന്നും കമൻറ്റ് ഇടുന്നില്ലെങ്കിൽ എപ്പോഴും കൂടെയുണ്ട്. മനോഹരമായ അടുത്ത വീഡിയോ കാത്തിരിക്കുന്നു. 10th വന്ന് ജഗ്ഗുമോൻ എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം ആഗ്നസ്, എറണാകുളം. ഇങ്ങനത്തെ കമന്റുകളൊക്കെ പറയുമ്പോൾ എഴുതുമ്പോൾ നമ്മളിതൊക്കെ എങ്ങനെയാ വായിക്കാണ്ടിരിക്കുക? കണ്ടമാനം കമന്റ്. ഈ വീഡിയോ തന്നെ ഞാൻ ചോദിക്കുക ചേട്ടനോട്, ഈ വീഡിയോ തന്നെയാണല്ലോ കുറെ എടുത്ത് വെച്ചേക്കണെന്ന്. ഈ മാസം കൂടണത് ആരുടെയാന്ന് പറയുക? ജൂൺ മാസം കിഷോറാണ്. ഞങ്ങളിങ്ങനെ നറുക്കിടേ എല്ലാവരും പേര് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓരോ മാസം എവിടെ കൂടണ്ടേന്നുള്ളത് ഇങ്ങനെ നറുക്കെടുത്തപ്പോൾ ജൂൺ മാസം കിട്ടിയിട്ടുള്ളത് കിഷോറിനാണ്. അപ്പൊ കിഷോറിന്റെ വീട്ടില് അത് കൂടാനായിട്ടുള്ളൊരു സൗകര്യം ഇല്ല. വാടക വീടുമാണ്, പിന്നെ തീരെ സ്ഥലമില്ല. അപ്പൊ അവൻ പറഞ്ഞ അവൻ ടൂർ ഓപ്പറേറ്ററാ. അപ്പൊ അവന് കുറെ ടൂർ ഇങ്ങനത്തെ റിസോർട്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട് അവരുടെ ഇതിന്. അപ്പൊ അവൻ പ്ലാൻ ചെയ്തത് കട്ടപ്പനയാണ്. അപ്പൊ നമുക്കൊരു പേടി, മഴക്കാലത്ത് അവിടേക്ക് യാത്ര അധികം ആളുകൾക്ക് അനുവദിക്കുന്നില്ല. എല്ലാവർക്കും അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ചിലവ് അവന്റെ വകയാണ്. ഒരു ദിവസം താമസം, ഒരു ദിവസം മൊത്തം. ഇന്ന് നമ്മളൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ പോയാൽ നാളെ ഉച്ചയ്ക്ക് ഇറങ്ങാവുന്ന വിധത്തില്. അപ്പൊ അങ്ങനെ ഈ മഴക്കാലം കഴിയുന്നോട് കൂടിയിട്ട് അവന്റെ അവിടെ ആക്കാന്ന് പറഞ്ഞു. ഒന്നുകിൽ ഹൗസ് ബോട്ട് ആലപ്പുഴ ഒരു ദിവസം, അല്ലെങ്കിൽ കട്ടപ്പന ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൗസ് ബോട്ട് ആർക്കും താല്പര്യമില്ല, ബോറടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുക, ഇറങ്ങി നടക്കാൻ ഒന്നിനും പറ്റില്ലല്ലോ, വേണ്ട മതിയാക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ ഹൗസ് ബോട്ട് ആർക്കും വലിയ താല്പര്യമില്ല. ജൂലൈ മാസം നമ്മുടെയാന്ന് തോന്നുന്നു. മിക്കവാറും ഇവിടെ തന്നെയാണ്. ഞാൻ എല്ലാവരും അതാ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തൊട്ടൊരു സ്പെഷ്യൽ ഒരു ദിവസം നിങ്ങൾ വെക്കാനുള്ള നമ്മുടെ വീടിന് തന്നെ അവര് ആ ജ്യൂസ് വേൾഡ് എന്നുള്ള പേര് മാറ്റി അധോലോകം ആക്കി. അധോലോകത്തിൽ കൂടിയാൽ മതി, അധോലോകം മതി, വേറെ സ്ഥലത്തേക്ക് പോകണ്ട, ഇവിടെയാണ് നല്ല രസം എന്ന് പറഞ്ഞിട്ട് അധോലോകം ആക്കി നമ്മുടെ വീടിന്റെ പേര് തന്നെ. രാവണിക്കുട്ടി, ഹായ് അജു, സരിത, ജഗുമോൻ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ പോലുള്ളവരുമുണ്ട് ഈ ലോകം മുഴുവനും എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് നിങ്ങളെ. അടുത്തത് ഹെൽവിൻ. അജുവേട്ടാ, സരിതേച്ചി നമസ്കാരം. ഇന്നത്തെ വീഡിയോ സൂപ്പറായിട്ടുണ്ട്. അതോ ലോകത്തിന്റെ കൂടിക്കാഴ്ച എന്തൊരു രസമാണ് കാണാൻ. നിങ്ങളുടെ എല്ലാവരുടെ ഒത്തുചേരൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രേമേട്ടൻ്റെയും റിൻ്റപ്പൻ്റെയും കോമഡി സ്കിറ്റ് അടിപൊളി, ഒന്നും പറയാനില്ല. ഒത്തിരി സന്തോഷം. രേഷ്മയുടെ ഡാൻസും അടിപൊളി, സൂപ്പർ. മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി നിങ്ങളുടെ ഒത്തൊരുമ കണ്ടപ്പോൾ. തുന്തുരിന്റെ സംരംഭം കൂടുതൽ ഉന്നതിയിലെത്തട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ജയന്തി ചേച്ചിയുടെ പുള്ളിക്കുള്ള ചാട്ടം ഞാൻ കരുതി നേരെ അടിയിലേക്ക് പോയിന്ന്. അജു ഏട്ടനെ മിസ് ചെയ്തു.
പിന്നെ പ്രസന്ന, ഇനി കൂടുമ്പോൾ വീട്ടുകാർ ചോറും വെള്ളവും ഉണ്ടാക്കണം. വരുന്നവർ വീട്ടിൽ നിന്നും ഒരു കറി കൊണ്ടുവരണം. അപ്പോൾ എളുപ്പമാകും. നിങ്ങളെല്ലാവരും ഒന്നല്ലേ, പിന്നെ നോ പ്രോബ്ലം. അത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഓരോ മാസം ഓരോരുത്തരുടെ ഇതാണ് ചിലവ്. അപ്പോൾ അവരാണ് ആ ചിലവ് മൊത്തം എടുക്കുക. ബാക്കി ഓരോരുത്തർ വന്നിട്ട് അവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരില്ല. പക്ഷെ എന്നിട്ടും ജയന്തേച്ചി വരുമ്പോൾ ചക്കലിശ്ശേരിയും കൊണ്ടാ വന്നേ. പിന്നെ ആരാ പ്രായമായിട്ട് ഓരോരുത്തർ വരുമ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുവരും. ഒരാളുടെ ചിലവ് എന്ന് പറയുന്നത്, ഒരാള് ശശിയേട്ടനും പ്രശാന്തൊക്കെ കുറെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടും വരാ. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ മറ്റേ സാധനല്ലേ ഫ്രൈ ചെയ്തിട്ടുള്ള മറ്റേ കൊക്കുവട, മിക്സർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഓരോരുത്തരൊക്കെ എന്തെങ്കിലും ഒക്കെ എല്ലാവരും കൊണ്ടുവരും. വരില്ല. അതന്നെ ഇപ്പൊ ചെലവ്. അന്നത്തെ ആ പ്രാവശ്യം രേഷ്മി ശ്രീരാമായിരുന്നു. അപ്പൊ തുന്തുരുവിന്റെ അടുത്ത് ഫുഡ് വാങ്ങിച്ചതിന്റെ പൈസ അവരടച്ചു. പക്ഷെ ബാക്കി ചെലവുകൾ ഇപ്പൊ നമ്മളിവിടെ ചോറ് വെച്ചു, കാലത്തുപ്പേര് വെച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ അപ്പോൾ ഒരാളുടെ ചെലവ് എന്ന് പറയുമ്പോൾ അയാൾ തന്നെ എല്ലാതും കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. അടുത്തത് റീത്ത ബെർണാഡ്, റിൻഡൻ കൗണ്ടറോട് കൗണ്ടർ. ഇന്ന് മുതൽ കൗണ്ടർ മണി റിൻഡൻ എന്ന് താങ്കൾ അറിയപ്പെടട്ടെ. ലേലി ബേസിൽ, അജു സെറു ജഗുമൻ, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ അധോലോകം ഗ്രൂപ്പ് ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവർക്കും ഇങ്ങനെ ഒരു എന്റർടൈൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു പരിധി വരെ, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷപ്രദമായി തീരുമായിരുന്നു. അധോലോക ഗ്രൂപ്പിന് കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ശരിയാ. ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഇല്ലേ, ആ മരുന്നൊക്കെ നിർത്താം ഇങ്ങനത്തെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ. അടുത്തത് ജോളി ജെയ്സൺ, അജേട്ടാ സരിത, നിങ്ങൾ എടുത്ത തീരുമാനം എത്രയോ നന്നായി എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു. വീഡിയോ പൂളിലേക്കുള്ള മാറ്റം, മീൻകുളം മാറ്റി പൂളാക്കിയത് നന്നായി. അടുത്തത് രാജ്കുമാർ, അപ്പോൾ ദേശാഭിമാനി പത്രത്തിന് അധോലോകവുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ശരിയായിരുന്നല്ലേ? എന്തായാലും താത്വിക അവലോകനം നടത്താൻ കഴിവുള്ള ഒരാളെ കൂട്ടത്തിൽ ചേർത്തത് നന്നായി. ചിലവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായത് ഭാര്യ ഭർത്താവ് ആയതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആളാണ് ഗിരീഷേട്ടനൊന്നും ഞങ്ങൾ കൂടുതൽ എല്ലാത്തിലൊന്നും വരാറില്ല. അപൂർവമൊക്കെയാണ് ആള് വരാറുള്ളത്. അന്ന് ആള് വന്നു എന്ന് മാത്രം. പിന്നെ ആരാണ് അങ്ങനെ ഓരോരുത്തരെ. ഇപ്പൊ ഞാനും ചേട്ടനും മാത്രമാണ് കപ്പിളായിട്ട് ഇതിൽ എൻട്രി ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ അംഗങ്ങളായിട്ട് തന്നെയാണ് ഇതിൽ ഉള്ളത്. ഇപ്പൊ പ്രേമേട്ടന്റെ ഭാര്യ രേഖ ചേച്ചി, പ്രേമേട്ടൻ ആകെ തുടക്കകാലങ്ങളിൽ ഒന്നും ഗ്രൂപ്പിൽ വരുമോ അല്ലെങ്കിൽ നമ്മുടെ കൂടലിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മലമ്പുഴ ടൂറ് പോയി അപ്പോഴൊന്നുമില്ല. അതിനുശേഷം വന്നിട്ടുള്ളതാണ്. പിന്നെ ആരാണ്, രാജേഷിന്റെ ഭാര്യയും പിള്ളേരും, പ്രശാന്തിന്റെ ഭാര്യ, അങ്ങനെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വന്ന് ചേർന്നവരാണ് അവര്. ഭാര്യമാരായിട്ട് പിന്നീട് പതുക്കെ വന്നിട്ടുള്ളവരാ. ഒരു വട്ടം നിർബന്ധിച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ കൂടുമ്പോൾ ഇപ്പോൾ രേഖ ചേച്ചിക്കായാലും പ്രേമേട്ടൻ ഒരു ദിവസം മാറി നിൽക്കല്ലേ വീട്ടിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോയി എന്നുള്ള ഒരു ദേഷ്യമാണ് പിന്നെ വരുമ്പോൾ പ്രേമേട്ടൻ്റെ അടുത്ത്. പക്ഷേ ഞങ്ങളെല്ലാവരുടെയും നിർബന്ധത്തിൽ ആണ് ഒരു കൂടലിൽ രേഖ ചേച്ചിനെ കൊണ്ടുവന്നേ. അപ്പം ഇപ്പം എന്തായി, അടുത്ത കൂടലെന്നാന്ന് ചോദിക്കണത് രേഖ ചേച്ചിയാ പ്രേമേട്ടനേക്കാളും. അതുപോലെ ഇപ്പം രാജേഷിൻ്റെ ഭാര്യ നീതു ആയാലും ശരി, എല്ലാവരും അടുത്ത കൂടൽ എന്നാണെന്ന് പിന്നെ അവർ നിർബന്ധിച്ചിട്ടാണ് ആദ്യത്തെ കൂടലിന്. രാജേഷിൻ്റെ ഭാര്യനെയൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പെട്ട പാട്. ആ ഫസ്റ്റത്തെ കൂടൽ അവർ വരാൻ സമ്മതിക്കാണ്ടേ. അവർക്ക് നിങ്ങളൊന്നും പരിചയമില്ല, അപ്പോൾ അവർ എങ്ങനെയാവും, ഇതിൽ ഭയങ്കര ബോറാവും നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഷ. അവർ വന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ ഇതിൻ്റെ ഭാഗമായി മാറും, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റും. അടുത്തത് ബിനി ഭരതൻ, നമ്മുടെ ബിനി. കത്ത് മനോഹരം, സരിതയുടെ ഭാവഹാവാദികളോടെയുള്ള വായന അതിമനോഹരം. അജു ചേട്ടൻ ആ കാലത്തെ സ്വപ്നലോകത്തിൽ ആറാടുന്നു, എല്ലാം കൊണ്ടും അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു കഥ നാടകം അയച്ചൊന്നില്ലേ, സുധർമ്മൻ ധർമ്മടം ആളുടെ. അടുത്തത് മാധവിക്കുട്ടി, അജു സരിത ജഗു, ഈ സബ്സ്ക്രൈബർക്ക് നിങ്ങളോടുള്ളൊരു ജന്മബന്ധം പോലെ ഇത്രയും ക്ഷമയോടെ ആകർഷകമായി മെനക്കെട്ടിരുന്ന ഒരു നാടകം എഴുതി ചേർത്ത് പ്രാസം ഒപ്പിച്ച് ഇൻട്രോ സൂപ്പർ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇടയ്ക്കിടെ വായിക്കാൻ കേട്ടോ. മലയാള അക്ഷരമാല കൊണ്ട് അമ്മാനം ആടി അതൊക്കെ സരിതയുടെ സ്പീഡിൽ സുതാര്യതയോടെയുള്ള അവതരണത്തിലൂടെ ആയപ്പോൾ പൊളിച്ചു കേട്ടോ. നല്ല കഴിവുള്ള ആള് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ എഴുതി അയക്കണം. അടുത്തത് ഷീജ മോഹൻദാസ്, സരിത രാവിലെ തന്നെ കരയിപ്പിച്ചല്ലോ. ആ കമൻറ്റ് ഞാനും വായിച്ചിരുന്നു, അന്ന് കരഞ്ഞു. ഇങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആ മകൻ ഉയരങ്ങൾ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ കുട്ടിക്ക് നല്ലത് വരട്ടെ. കഴിഞ്ഞ കമൻറ്റ് വായനലത്തെ കമൻറ്റാണിത്. എല്ലാത്തിലും എല്ലാ വീഡിയോയിലും ഇന്ന് ചിരിച്ച് വയ്യാണ്ടായി, ചിരിച്ച് ഉപ്പാടിളകി എന്നാണ് കമൻറ്റ്. ആ വീഡിയോയിൽ എല്ലാവരും കരഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിൽ നന്മയുള്ളവരാണോ കരയും.
അത് ആ കമൻറ്റ് വായിച്ച ലെച്ചൂസ് ക്രിയേഷൻ. സരിതേ, ഞാൻ ഗൗരിയാണ്, ആലുവ നിന്നും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടുണ്ടാവും. അപ്പോൾ രാത്രി ആശുപത്രിയിൽ കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ രാവിലെ അവിടെ ചിരട്ടപ്പുട്ടുണ്ടാക്കും. എൻ്റെ ലൈഫിൽ അന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടെ പോയി നോക്കിയിരിക്കും. എനിക്ക് അന്ന് 8 വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ചേട്ടൻ എന്നെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകും. അമ്മ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും അവിടെ നിന്നും ഒന്നും കഴിക്കരുതെന്ന്. പിന്നെ എൻ്റെ മോൻ, എനിക്കൊരു സർജറി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മോന് 15 വയസ്സ്. അന്ന് തുടങ്ങി നൈറ്റ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ നേരെ തയ്ക്കാനിരിക്കും. പിന്നെ അടുക്കളയിലെല്ലാം മോനാണ് ചെയ്യുന്നത്. അവധി ദിവസങ്ങൾ വീട് തൂത്തുവാരം തുടയ്ക്കുന്നത് എല്ലാം എൻ്റെ മോനാണ്. അയ്യോ, അത് കഷ്ടമാണ്. നമ്മൾ ആശുപത്രിയിലേക്ക് അമ്മേനെ കൊണ്ടുപോകുമ്പോൾ പിള്ളേരെ അപ്പുറത്ത് വീട്ടിലാക്കുമ്പോൾ വിഷമാണല്ലോ. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ അവിടെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അത് ഇങ്ങനെ നമുക്ക് അന്നൊക്കെ അമ്മമാരിങ്ങനെ പറഞ്ഞു തരും, വായി നോക്കിയിരിക്കുമോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അതൊരു കാലം അല്ലേ. അടുത്തത് രശ്മി സുരേഷ് നായർ. ലേ അജുവേട്ടൻ, ഇപ്പൊ ചാർലിക്ക് ആ വിചാരമില്ല. കന്നിമാസത്തിൽ ആ പ്രശ്നമുള്ളൂ. ഇപ്പൊ കളിക്കാൻ പോകുന്നതാണ് ഇത് കേൾക്കുന്ന ചാർലി. ഇപ്പോഴേ ട്യൂൺ ചെയ്ത് വെച്ചാലേ കന്നിമാസത്തിൽ വല്ല ഗേൾ ഫ്രണ്ടിനെ കിട്ടൂന്ന് ആ മുതലാളിക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട സരിത കൊച്ചമ്മേ. റിയാസിന്റെ പോലെ ഭയങ്കര തമാശ കറണ്ട് എഴുതി തുടങ്ങി, കമന്റ് എഴുതി തുടങ്ങി. രണ്ടാളെ കൊണ്ടുപോകണം. ഇമ്രാൻ കുറച്ചുകൂടി ഉണ്ട് വളർച്ചയാവാനായിട്ട്. അത് കാരണം കൊണ്ട് ഇമ്രാനെയും രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ അവനെയും കൊണ്ട് വേറെ ദിവസം പോകണം. ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണേ. വളർച്ച കഴിഞ്ഞിട്ട് മതി, വളർച്ച കഴിഞ്ഞിട്ട് മതി. തെറ്റ് പറഞ്ഞ തെറ്റായില്ല, രണ്ടുപേരും ഓടി കളിക്കുക. മണികണ്ഠൻ നായർ, എന്താ എന്റെ കമന്റ് വായിക്കാത്ത? തുടക്കം മുതലുള്ള ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ. കമന്റ് വായിച്ചില്ലെങ്കിലും ഞാൻ ഇനിയും കമന്റ് ഇടുകയും നിങ്ങളുടെ വീഡിയോ നോക്കുകയും ചെയ്യും. അല്ല പിന്നെ അതെ അതെ. ഇത് ശനിയാഴ്ച റിഹേഴ്സലിന് 10 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിഹേഴ്സലിന് പോണേലും മുന്നേ രാവിലെ നേരത്തെ ഇത് എടുത്തു വെച്ചിട്ട് വേണം പോകാൻ വെച്ചിട്ട് വെള്ളിയാഴ്ച എടുത്തു വെച്ച കമന്റ്സ് ആണ് കേട്ടത്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. അതുകൊണ്ട് ആ വീഡിയോകളിലത്തെ മാത്രം കമന്റ് ഉള്ളു. അതിനുശേഷമുള്ള വീഡിയോകളിലത്തെ കമന്റ് ഇതിലില്ല. ശനിയാഴ്ച പക്ഷെ രാവിലെ എടുക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല. എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ സെറ്റ് ആക്കി ഉണ്ടായിരുന്നില്ല, ഞാൻ ഓർഡർ ആക്കി ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഒഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസങ്ങളിലത്തെ കമന്റ്സിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.